ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ വിശുദ്ധ പകലിൽ ഈ സഭയുമായി ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും നിങ്ങളുടെ മധ്യത്തിൽ എനിക്ക് യേശു കർത്താവിനെ ഉയർത്തുവാനും ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാനും വിശേഷിച്ച് ദൈവവചനത്തിലൂടെ നിങ്ങളെ വീണ്ടും ശുശ്രൂഷിപ്പാനും കർത്താവ് തരുന്ന അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, ആത്മീക ശുശ്രൂഷയിൽ അസോസിയേറ്റ് ചെയ്യുന്ന ദൈവഭൃത്യന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വളരെ സ്നേഹത്തോടെ എൻ്റെ ക്രിസ്തീയ വന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. വീണ്ടും ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും വീണ്ടും വീണ്ടും നിങ്ങളെ ശുശ്രൂഷിപ്പാനും കർത്താവ് തരുന്ന അവസരത്തിനായി ദൈവത്തിൻ്റെ മഹത്വം. ഈ സീസണിൽ എനിക്കായി നിയോഗിക്കപ്പെട്ട ഫൈനൽ സെഷൻ ആയതുകൊണ്ട് മുഖവരകളൊന്നും പറഞ്ഞ സമയം നഷ്ടപ്പെടുത്താതെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഒത്തിരി പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ സെഷനിൽ കൈമാറണമെന്ന് ഒരുപാട് ആത്മനിയോഗം തന്ന ഒരു ഭാഗം വിശുദ്ധ വചനത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ഹൃദയത്തിലേക്കിട്ട് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ ഈ ശുശ്രൂഷകളെല്ലാം അവസാനിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമായതുകൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് പ്രാർത്ഥനാപൂർവം ദൈവിക സന്ദേശങ്ങളെ കേൾക്കാം. 2 വേദഭാഗങ്ങളിലേക്ക് നമുക്ക് തിരിയാം. പ്രാരംഭത്തിൽ ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം തുറക്കാം. മറ്റൊരാൾ 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം. ഹഗ്ഗായി 2:9, 2 തെസ്സലോനിക്കർ 2:14. ഈ ആലയത്തിൻ്റെ പിന്നിലത്തെ മഹത്വം മുമ്പിലെത്തിയതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മതി. 2 തെസ്സലോനിക്യ ലേഖനം 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് അടയ്ക്കാം. എല്ലാ കണ്ണുകളും നിർബന്ധമായും ദൈവത്തിൻ്റെ സന്നിധിയിൽ അടച്ച് ഷംഥെരേനിയ സ്മീഫൻ അൽഹർബഹസ്ബിറ്റിനിയ ആ ക്രൂശിലേക്ക് മാത്രം നോക്കി ആ ദൈവത്തിൻ്റെ മുഖം മാത്രം ധ്യാനിച്ച് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒന്ന് മറന്നേ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനം ഈ ആലയത്തിനകത്ത് നാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയുടെ പിന്നിട്ട ഓരോ ദിനങ്ങളിലും ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ, നൽകിത്തന്നതൊന്നും തിരിച്ചെടുക്കാതെ, എല്ലാ നന്മകളിലും ദൈവം നമ്മെ നടത്തിയില്ലേ? മാറി മാറി ഉടുക്കുവാൻ വസ്ത്രം തന്നില്ലേ? സമയത്ത് ആഹാരം തന്നില്ലേ? പാർക്കുവാൻ ഭവനം തന്നില്ലേ? യാത്ര ചെയ്യാൻ വാഹനങ്ങൾ തന്നില്ലേ? ശുശ്രൂഷിപ്പാനുള്ള അവസരങ്ങൾ ദൈവം തന്നില്ലേ? ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തെ ആരാധിപ്പാനുള്ള സാഹചര്യങ്ങൾ കർത്താവ് നമുക്ക് ഒരുക്കി തന്നില്ലേ? ആ ദൈവത്തിൻ്റെ നല്ല കൃപയോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുന്നവർ ശാന്തമായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന ദൈവവചനമാകയാൽ യേശുവപ്പ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് അവിടുത്തെ മുഖത്തേക്ക് നോക്കി നന്ദി പറയാൻ പറ്റുമെങ്കിൽ ശാന്തമായി ദൈവത്തോട് നന്ദി പറഞ്ഞേ. ഈ ആദ്യ മിനിറ്റുകൾ ഞാൻ അങ്ങനെ ഒരു 1-2 മിനിറ്റുകൾ വേർതിരിക്കാൻ ദൈവം എനിക്ക് നിയോഗം തരുന്നു. ആ കണക്ഷൻ കൃത്യമാകട്ടെ. ദൈവത്തെ ആരാധിപ്പാനോ ദൈവത്തോട് അടുത്ത് വരാനോ ഒക്കെ നമ്മുടെ മനസാക്ഷി എന്തെങ്കിലും ഒരു കുറവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചു. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരുക്കപ്പെട്ട ഈ സദസ്സിനെ, ഈ സഭയെ ശുശ്രൂഷിപ്പാൻ
അവിടുത്തെ പുത്രനും അഭിഷക്തനും പകരക്കാരനും സ്ഥാനാപതിയുമായി ഞാൻ ഈ പുൽപ്പിറ്റിൽ നിൽക്കുമ്പോൾ തുടർന്ന് നടക്കേണ്ടുന്ന ആത്മീക ശുശ്രൂഷയുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സകലതും നന്നായി ചെയ്യും. ഞങ്ങളുടെ പഠനമോ അറിവോ കേട്ടറിവോ വായിച്ചറിഞ്ഞതോ ഒന്നുമല്ല. ആയുസ്സിൽ ഞങ്ങൾ ഇന്നോളം കേൾക്കാത്ത ദൈവിക വെളിപ്പാടുകളെ, ദൈവവചനത്തിൻ്റെ പൊരുൾ തിരിച്ച് ആത്മാവ് ഞങ്ങളുടെ നടുവിലേക്ക് കൈമാറാൻ പോകുന്നതിന് നന്ദി. ഇതിനകത്ത് ആത്മാവ് ചിലരെ തൊടുവല്ലോ. യേസ് ലോർഡ്, പിളർന്ന അഗ്നിനാവുകൾ ഇതിനകത്ത് പ്രത്യക്ഷമാകുമല്ലോ. പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നപ്പോൾ 120 പേർ അടങ്ങുന്നൊരു സംഘത്തിൻ്റെ മധ്യത്തിൽ കൊടിയ കാറ്റടിക്കുന്ന പോലൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന സ്ഥലം മുഴുവൻ നിറച്ച് പിളർന്ന അഗ്നിനാവുകൾ പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ അത് പതിഞ്ഞ് ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത ഭാഷകളിൽ അവർ സംസാരിച്ചതുപോലെ ഇന്ന് ഈ ചർച്ചിൻ്റെ 4 ചുവരുകളുടെ ഉള്ളിൽ PMG ഫാമിലിയുടെ സ്പിരിച്വൽ കവറിങ്ങിൽ അങ്ങ് ആക്കി വച്ചിരിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തരുടെ നാവിൻ്റെ മേലും പിളർന്നിരിക്കുന്ന അഗ്നിയുടെ നാവുകൾ വന്ന് പതിഞ്ഞ് ഇവരിതുവരെ സംസാരിക്കാത്ത ഭാഷകളെ അങ്ങയുടെ മക്കളുടെ നാവിൻ്റെ മീതെ ദൈവം പകരുന്നതിനായി ഞാൻ ആത്മാവിൽ അത് പ്രാർത്ഥിച്ചു തുറക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരുടെ നാവിൽ അത് ഇറങ്ങട്ടെ, അത് വിശ്വസിക്കുന്നവരുടെ നാവിൽ അത് പതിയട്ടെ, അത് വിശ്വസിക്കുന്നവരുടെ നാവിലൂടെ അത് പുറത്തു വരട്ടെ. പുതപ്പ് കൊണ്ടും തൈലം കൊണ്ടും തൈലക്കൊമ്പ് കൊണ്ടുമൊക്കെ അഭിഷേക കൈമാറ്റം നടത്തിയ ഒരു പാരമ്പര്യത്തെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് മാളിക മുറിക്കകത്ത് കൂടി വന്ന് പ്രാർത്ഥിച്ച 120 എണ്ണത്തിന്റെ മേൽ പുതപ്പില്ലാതെ, തൈലമില്ലാതെ, തൈലക്കൊമ്പില്ലാതെ പിളർന്ന അഗ്നിനാവിനെ പകർന്ന് ഉയരത്തിയ ആത്മാവിനെ പകർന്ന് ഉലക ചരിത്രത്തിൽ മറ്റൊരുത്തർക്കും പകരാത്തൊരു അഭിഷേകത്തിന്റെ പകർച്ച നടന്നതുപോലെ ദില്ലി ഇതുവരെ കാണാത്തൊരാത്മമണ്ഡലത്തെ, ഭാരതത്തിന്റെ വടക്കൻ മണ്ണിൽ ഇതുവരെ ചലിക്കാത്തൊരു ദൈവമഹത്വത്തെ ഈ തലമുറയിലൂടെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കേണ്ടതിനായി കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ആത്മസാന്നിധ്യത്തെ അറിയട്ടെ, യൗവനക്കാർ ഇതിനകത്ത് ആത്മസാന്നിധ്യത്തെ അറിയട്ടെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇതിനകത്ത് ആത്മസാന്നിധ്യത്തെ അറിയട്ടെ. യോവേൽ പ്രവചിച്ചതുപോലെ ഒരാത്മതലോ ഞങ്ങളുടെ ആലയത്തിനകത്ത് ശക്തിയോടെ വെളിപ്പെട്ട് വരേണ്ടതിനായി യൗവനക്കാർ പ്രവാചക നിയോഗത്തോടെ നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ പരസ്പരം പ്രവചിക്കട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കൾ ആത്മാവിൽ ദർശനങ്ങളും വെളിപ്പാടുകളും കാണട്ടെ. കർത്താവേ, ഒരു കാലഘട്ടത്തിൽ അടഞ്ഞുപോയ ഒരു ആത്മമണ്ഡലത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിച്ചു. വിശ്വസിക്കുന്നവർ മാത്രം ശക്തിയോടെ കരമടിച്ച് വായി തുറന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ഫൈനൽ സെഷനിൽ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് അക്ഷരികമായി ഇറങ്ങി നിൽക്കുന്നു. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നതിന് പ്രകാരം ജീവജലത്തിന്റെ നദികൾ, the river of Holy Spirit, the river of Holy Spirit, the river of Holy Spirit, ജീവജലത്തിന്റെ നദികൾ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയോ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിക്കൊണ്ട് ഒരുക്കിക്കൊണ്ട് തന്നെ ദൈവത്തെ ആരാധിപ്പീൻ. ഇവരുടെ അകത്ത് വ്യാപരിക്കുന്ന ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ഇവരുടെ സ്പിരിച്വൽ ലെവലിനെ വർദ്ധിപ്പിക്കട്ടെ. ഓ റബ ഹസിയാർത്തരാനസിയ, നിത്യതയ്ക്ക് വേണ്ടി ഇവരെ ഒരുക്കുന്ന ഒരു ആത്മതലത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് തുറക്കേണ്ടതിനായി പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുത്തതിന് നന്ദി. മഹത്വമെല്ലാം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വലിയ ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നുണ്ട്. എന്തോ ഞാൻ ഒന്നിലധികം തവണ അനുഭവിച്ചു എന്നെ ഇങ്ങനെ തട്ടുന്നൊരു ദൈവശക്തി, ഒരു തിക്ക്, ഒരു ഹെവി അനോയിൻറ്റിങ്, ഹെവി പ്രസൻസ് മാൻ സെറ്റ് ഏരിയ. ഞാനിത് എനിക്ക് അനുവദിക്കപ്പെട്ട ഫൈനൽ സെഷൻ ആയതുകൊണ്ടും ഇതൊരു പ്രൊഫറ്റിക് ദൂത്, ഒരു മൂവ് ആയതുകൊണ്ടും ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിക്കുന്നതും
ദൈവകൃപയിൽ ആശ്രയിച്ച് നിൽക്കുന്നതും ഈ ഉണർവിന്, ഈ ഒരു ചലനത്തിന് എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും തടസ്സമാകരുത്. സ്തോത്രം. ഒരു പ്രസംഗത്തിൻ്റെ കൊഴുപ്പിന് വേണ്ടിയോ പ്രസംഗത്തിൻ്റെ ഒഴുക്കിന് വേണ്ടിയോ അങ്ങനെ ഒരു പാറ്റേണിൽ പോകാതെ ദൈവഹിതമില്ലാത്തൊരു വേർഡ് പോലും എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരരുത് എന്നെനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് ബോധ്യമാകുന്ന നിലയിൽ ഈ വചനം ഒന്ന് കൈമാറണം എന്ന് കർത്താവ് എനിക്ക് പ്രേരണ തരുന്നു. കാരണം നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഈ സീസണിൽ ദൈവം തുറക്കാൻ പോകുന്ന ഒരു ആത്മതലമായിരിക്കും ഈ വചനത്തിലൂടെ വെളിപ്പെട്ട് വരുന്നത്. സ്തോത്രം. 2 വാക്യങ്ങളാണ് വായിച്ചത്. ഹഗ്ഗായി 2:9, 2 തെസ്സലോനിക്കർ 2:14. ഹഗ്ഗായി പ്രവാചകൻ പറയുന്നു, ഈ ആലയത്തിലെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കരോട് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഈ പകൽ ദൈവം തരുന്ന ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുന്നു. ഒരു വലിയ മഹത്വത്തിൻ്റെ ദിവസമാണ്. ദ ഡേ ഓഫ് ഗ്രേറ്റർ ഗ്ലോറി. സഭയുടെ ഗ്ലോറി വർദ്ധിക്കാൻ പോകുകയാണ്. സഭയാം വിശ്വാസ കുടുംബങ്ങളുടെ, സഭയുടെ സ്പിരിച്വൽ കവറിങ്ങിൽ വളരുന്ന ഓരോ ദൈവമക്കളുടെയും മഹത്വത്തെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മഹത്വം വർദ്ധിക്കും. നിങ്ങളുടെ ആരാധനയുടെ മഹത്വം വർദ്ധിക്കും. ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയുടെ മഹത്വം വർദ്ധിക്കും. സ്തോത്രം. എല്ലാ ഏറിയകളുടെ അകത്തും ഈ ഗ്ലോറിയെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ചർച്ചിനെ അടുത്തൊരു തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതിനായി കർത്താവ് ഇതിൻ്റെ നടുവിലേക്ക് അവിടുത്തെ ഗ്ലോറി അസാധാരണമായിട്ട് പകരാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധ വേദഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം ധ്യാനിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ പല ആളുകളോടുള്ള ബന്ധത്തിൽ പല നിലകളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നതും വരുന്നതും നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. ഇതിന് മറ്റൊരർത്ഥത്തിൽ ഗ്ലോറി, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ആത്മാവിലൊക്കെ നിറയുമ്പോഴൊക്കെ പലപ്പോഴും ഈ വാക്ക് പറയാറുണ്ട്, ഗ്ലോറി 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 അല്ലേ? ഇന്നും പലരും പ്രാർത്ഥിച്ചപ്പോൾ പല ആവർത്തി ആ വാക്ക് വരുന്നത് എൻ്റെ കാതിൽ ഞാൻ കേട്ടു. പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ മഹത്വത്തിന് കാബോത്ത് എന്നൊരു വാക്കാണ് കാണാൻ പറ്റുന്നത്. പുതുനിയമത്തിൽ ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഡോക്സ എന്നൊരു പദമാണ്. അത് വിശദീകരിക്കുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. അന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി മഹത്വം ലിറ്ററലി ഇറങ്ങി നിന്നു. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ അവർക്ക് കാണാൻ പാകത്തിൽ, അവർക്ക് കൈ നീട്ടി തൊട്ടറിയാൻ പാകത്തിൽ, അവർക്ക് ശരീരം കൊണ്ട് അനുഭവിച്ചറിയാൻ പാകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി. എന്താ മഹത്വം? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു നിർവചനം, നമുക്ക് കാണുവാനും നമുക്ക് കേൾക്കുവാനും നമുക്ക് തൊട്ടറിയാനും പാകത്തിലുള്ള ദൈവസാന്നിധ്യത്തെയാണ് മഹത്വം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അടുത്തൊരളവിൽ നമുക്ക് കാണാൻ പാകത്തിൽ ഇതിറങ്ങും. സ്തോത്രം. അടുത്തൊരളവിൽ നമുക്ക് തൊട്ടറിയാൻ, അനുഭവിച്ചറിയാൻ പാകത്തിൽ, നമുക്ക് കേൾക്കാൻ പാകത്തിൽ ഈ സാന്നിധ്യം ഇറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന പ്രസൻസിനെയാണ് ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട്, ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ തൊട്ടറിഞ്ഞതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എഴുതിയത്, പഴയ നിയമത്തിലെ ദൈവഭക്തന്മാർ എഴുതിയത്, സ്തോത്രം, ഈ തലമുറ പത്രോസിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അവർ കണ്ടു, അവർ തൊട്ടു. യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ അവർ കൂടെ ഇറങ്ങി നടന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പുതുനിയമ സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങളിൽ നിന്നും നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുകയാ. വിശുദ്ധ വേദഗ്രന്ഥത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണാനും കേൾക്കാനും തൊട്ടറിയാനും അനുഭവിച്ചറിയാനും കഴിയത്തക്ക നിലയിൽ ആത്മാവ് നമ്മുടെ നടുവിലേക്ക് കൈമാറാൻ പോകുകയാണ്. പുസ്തകത്തിലിത് കഥയാ, പുസ്തകത്തിലിത് ചരിത്രമാ, പുസ്തകത്തിലിത് വചനമാ, വെളിപ്പാടാ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ലിറ്ററലി അക്ഷരികമായി കർത്താവ് അനുഭവമാക്കി മാറ്റാൻ പോകുകയാണ്. സ്തോത്രം. കർത്താവ് എന്നാ നമ്മളോടൊന്ന് പറയുന്നത്? നമ്മുടെ മഹത്വത്തെ വർദ്ധിപ്പിക്കും. ഈ 7 ദിവസത്തെ ഫാസ്റ്റിങ്ങും പ്രയറും എന്തിനാ കർത്താവ് ഇങ്ങനെ ഇവിടെ ക്രമീകരിച്ചത്? ആലയത്തിൻ്റെ മഹത്വത്തെ കർത്താവ് വർദ്ധിപ്പിക്കാൻ പോകുകയാണ്.
അന്ത്യോക്യ സഭയിൽ ഒരു മൂവ് നടന്നതുപോലെ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ചർച്ചിനകത്ത് ഒരു ചലനത്തെ കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. അന്ത്യോക്യയിലെ ഉണർവ് എങ്ങനെ ആരംഭിക്കുന്നതെന്നറിയാമോ? അന്ത്യോക്യൻ റിവൈവലിൻ്റെ പിൻപിൽ ചലിച്ചത് കുറേനക്കാരും കുപ്രസ്കാരുമായ കുറേ സഹോദരങ്ങൾ അന്ത്യോക്യ, ഫൊയ്നീക്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ യേശുവിൻ്റെ സുവിശേഷവുമായിട്ടെത്തി. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ, സ്തോത്രം, സഭ ചിതറുക, ജെറുസലേമിൽ ഭയങ്കര ഉപദ്രവം നേരിടുമ്പോൾ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ തെരഞ്ഞു പിടിച്ച് കല്ലെറിയുമ്പോഴും, സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിടുമ്പോഴും, പത്മോസ് പോലുള്ള ദ്വീപുകളിലേക്ക് നാട് കടത്തുമ്പോഴും, തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇടുമ്പോഴും, ക്രൂശിക്കുമ്പോൾ തലകീഴായും എക്സ് ആകൃതിയിലുമൊക്കെ ക്രൂശിക്കുമ്പോഴുമൊക്കെ ഒരു കൂട്ടം ആളുകൾ പ്രാണരക്ഷാർത്ഥം ചിതറിപ്പോയവരുടെ പിറകെ അന്ത്യോക്യ, ഫൊയ്നീക്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുറേനക്കാരും കുപ്രസ്കാരുമായ ചില സഹോദരങ്ങൾ കർത്താവിൻ്റെ വചനവുമായി ചെന്നു. സ്തോത്രം. ജെറുസലേം ഉണർവ് നടന്നത് പത്രോസിൻ്റെ പ്രസംഗമാണ്. പക്ഷേ അന്ത്യോക്യയിലെ ഉണർവ് നടക്കാൻ പ്രധാന കാരണം കുറേ സാധാരണ ആളുകളെ കർത്താവ് ദേശത്തിൻ്റെ നെടുകയും കുറുകയും അയച്ചു. ഇവർ ചെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ കരം അവർക്ക് അനുകൂലമായി. ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. സ്തോത്രം. എന്തോ PMG ഫാമിലിയെ നോക്കി, സാകേതിനെയും ഗുഡ്ഗാവിനെയൊക്കെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇതൊരു പ്രവചന ശബ്ദമായിട്ട് കൈമാറുകയാ. അഭിഷക്തന്മാർ ആലയത്തിനകത്ത് നിങ്ങളെ ആത്മാവിൽ നയിക്കുമ്പോൾ ഇതിനകത്ത് ആ നിയോഗം ചിലതിൻ്റെ മേൽ വന്ന് വീഴാൻ പോകുകയാ. അവർ ആലയത്തിൻ്റെ പരിധി വിട്ട് പുറത്തിറങ്ങുമ്പോൾ അവർ പറയുന്ന വചനത്തിൻ്റെ മീതെ, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മീതെ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്ന് പട്ടണത്തെ സഭയാക്കേണ്ടതിനായി, കൂട്ടമായി ആത്മാക്കളെ വിടുവിക്കേണ്ടതിനായി കർത്താവ് ഒരു ആത്മതലത്തെ തുറക്കാൻ പോകുകയാ. ഞാൻ അതിനെ ആത്മാവിൽ സ്വീകരിക്കുമെന്ന് ഹൃദയം കൊണ്ട് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഷമാർത്തെ ലേബ്രോഹോസിയാന്തരാനിയ, അന്ത്യോക്യൻ റിവൈവൽ പോലെ. സ്തോത്രം. ഇത് ഞാൻ പറയാൻ വന്നല്ല, പക്ഷെ ഈ പുൾപിറ്റ് നിൽക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നു. ബിലീവേഴ്സിനെ കൊണ്ട് ഒരു മൂവ് നടക്കാൻ പോവാ. സ്തോത്രം, സ്തോത്രം. സഭയുടെ സ്പിരിച്വൽ കവറിങ്ങിൽ നിന്ന് ആത്മീക കർത്തൃത്വത്തിൻ്റെ കീഴിൽ താണിരുന്ന് കീഴ്പ്പെട്ട് നിൽക്കുന്നവരെ കൊണ്ട് ദേശത്ത് വിപ്ലവാത്മകമായ, സ്ഫോടനാത്മകമാകുന്ന ചലനങ്ങൾ കർത്താവ് ചെയ്യിക്കാൻ പോകുകയാ. കഴിഞ്ഞ സെഷനുകളിലൊക്കെ ആത്മാവ് എൻ്റെ നാവിലൂടെ ആവർത്തിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ആലയത്തിൻ്റെ പുൾപിറ്റിലിറങ്ങുന്ന ഗ്ലോറിയെ ഇവിടുത്തെ തെരുവുകളിൽ വെളിപ്പെടുത്തേണ്ടതിനായി, ദൈവാലയത്തിൻ്റെ 4 ചുവരിനകത്തിറങ്ങുന്ന ദൈവശക്തിയെ ഡൽഹി പട്ടണത്തിൻ്റെ തെരുവുകളിൽ ചലിപ്പിക്കേണ്ടതിനായി ആത്മാവ് ഇന്ന് പകൽ ഇതിനകത്തൊരു തലമുറയെ അഭിഷേകം ചെയ്ത് വേർതിരിക്കാൻ പോകുകയാ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂർച്ച വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾ പറയുന്ന വചനത്തിൻ്റെ മൂർച്ച വർദ്ധിക്കാൻ പോകുന്നു. ഒരു വാക്ക് പറഞ്ഞു വെക്കുമ്പോഴേ അതിനകത്ത് ചില ദൈവമഹത്വത്തെ പ്രകടമായി ചലിപ്പിക്കത്തക്ക നിലയിൽ ആഴത്തിലൊരു ദൈവപ്രവൃത്തി വ്യാപരിക്കാൻ പോകുകയാ. Glory to God. അന്ത്യോക്യൻ റിവൈവൽ ഒന്ന്, ഈ കുറേനക്കാർ, സ്തോത്രം, അടിമകളാ, കാത് തുളയ്ക്കപ്പെട്ടവരാ, അവരുടെ തോളിൽ അടിമയെന്ന മുദ്ര പതിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കുപ്രസ് ഒരു ദ്വീപ. സാമൂഹികപരമായോ വിദ്യാഭ്യാസപരമായോ സമ്പന്നപരമായിട്ടോ ഒന്നും അവർ ഒത്തിരി ഉന്നത തലത്തിലുള്ളവരല്ല. സാധാരണക്കാരിൽ സാധാരണ ആളുകളെ കൊണ്ട് പ്രസംഗിച്ച് പരിചയമില്ല, ശുശ്രൂഷിച്ച് പരിചയമില്ല. ഇന്നലകളിൽ പരിചിതമായ മേഖലകളല്ല, ദൈവം തുറന്നു കൊടുത്ത നിയോഗത്തിൽ ഒരു കൂട്ടം നിന്നപ്പോൾ അവരുടെ നാവിലൂടെ ദൈവരാജ്യത്തിൻ്റെ മഹത്വം ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. ചർച്ചിലെ ബിലീവേഴ്സിനെ കൊണ്ടൊരു മൂവ് കർത്താവ് കൽപ്പിച്ചാക്കുന്നു. അടുത്തത്, അന്ത്യോക്യ സഭയിലെ ഉപവാസ പ്രാർത്ഥനയിലല്ലേ പൗലോസിനെ ബർന്നബാസിനെയും തൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വേർതിരിക്കുന്നേ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് ചിലരങ്ങനെ ദൈവസന്നിധിയിൽ സറണ്ടർ ആകാൻ പോയാ. ദൈവം ഏൽപ്പിച്ച നിയോഗത്തിന് വേണ്ടി, ഭാരതത്തിൻ്റെയും ലോകരാജ്യങ്ങളുടെയും ഉണർവിനും ദൈവപ്രവർത്തിക്കും വേണ്ടി ചില ശിഷ്യന്മാരെ ഇന്ന് ഇതിനകത്ത് വേർതിരിക്കുമെന്ന് ഇത് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ അരുളപ്പാടാ. വിശ്വസിക്കുന്ന സഭ കരമുയർത്തി കർത്താവിന് ആമേൻ പറഞ്ഞ് ആ ദൂതനെ അപ്രൂവ് ചെയ്തു. ആ ദൂതനെ ആമേൻ പറഞ്ഞ് അപ്രൂവ് ചെയ്തു. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ ചർച്ചിനകത്ത് കർത്താവ് അങ്ങനത്തെ ഒരു ജനറേഷനെ ആത്മാവിൽ ശക്തിയോടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണർവിനെ അടുത്തൊരു ഡയമെൻഷനിൽ, അടുത്തൊരു തലത്തിൽ ചലിപ്പിച്ചത് അന്ത്യോക്യയിലെ മൂവ. കർത്താവ് ഡൽഹിക്കകത്ത് നമ്മളിലൂടെ അത് ചെയ്യട്ടെ. സ്തോത്രം.
സഭയുടെ മഹത്വം വർദ്ധിക്കാൻ പോകുന്നു. ഗ്ലോറി ടു ഗോഡ്. സത്യത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മഹത്വത്തിനകത്താണ്. 5 ദിവസം കൊണ്ട് അദൃശ്യനായിരുന്ന് തൻ്റെ വാക്കുകൊണ്ട് സകലതിനെയും സൃഷ്ടിച്ച ദൈവം 6-ാം ദിവസം ഭൂമിയിലേക്ക് ഇറങ്ങി. വെളിച്ചത്തെ ഉണ്ടാക്കാൻ കർത്താവിന് ഒറ്റ വേർഡ് മതിയായിരുന്നു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. വെളിച്ചം ഉണ്ടായി. സ്തോത്രം. ആ വാചകം വെളിച്ചമായി തീർന്നു. സൂര്യനെ സൃഷ്ടിക്കാൻ, ലോകത്തിൻ്റെ മുഴുവൻ എനർജിയുടെയും, ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ എനർജിയുടെയും ഉറവിടമായ സൂര്യനെ സൃഷ്ടിക്കാൻ ദൈവത്തിനൊരു വാക്ക് മതിയായിരുന്നു. ഏലോഹിമിൻ്റെ ഒരൊറ്റ വാക്ക് കൊണ്ട് സൂര്യൻ സൃഷ്ടിക്കപ്പെടുന്നു. ചന്ദ്രൻ, നാം കാണുന്ന ഗാലക്സി സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷേ 5 ദിവസം കൊണ്ട് ഈ സംവിധാനത്തെ എല്ലാം വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം 6-ാം ദിവസം താണ ഭൂമിയിലേക്ക് ഇറങ്ങി. നിലത്ത മണ്ണിൽ ആ ദൈവത്തിൻ്റെ കരം ഒന്ന് പതിഞ്ഞു. ആ കൈ കൊണ്ടൊരു രൂപത്തെ ഡിസൈൻ ചെയ്യുക. അതിൻ്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. അത് ജീവനുള്ള ദേഹിയായി തീർന്നു. മണ്ണിൽ നിന്നും ഒരുവൻ എഴുന്നേൽക്കുന്നു. അവൻ്റെ പേർ ആദം. ആദമിൽ നിന്നും ഹൗവ പുറത്തു വരികയാണ്. സത്യത്തിൽ ദൈവം അവരെ സൃഷ്ടിച്ചത് തേജസ്സിനകത്താണ്. സ്തോത്രം. അവരെ തേജസ് വാരിച്ചുറ്റി, തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ചല്ലേ ദൈവം 1-ാം മനുഷ്യനെ ഏദൻ പൂങ്കാവനത്തിൽ ആ തോട്ടത്തിനകത്താക്കിയത്. എന്നാൽ അവർ അനുസരണക്കേട് കാണിക്കുന്നു, പാപം ചെയ്യുന്നു. സത്യത്തിൽ ദൈവം പറഞ്ഞത് അവർ വിശ്വസിച്ചില്ല, സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം ഇങ്ങനെ പറഞ്ഞേ, വരുവിൻ നാം നമ്മുടെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാം. അവൻ എങ്ങനാണോ അവനെ പോലെ മനുഷ്യനെ സൃഷ്ടിച്ചു, തേജസ്സിനകത്ത് സൃഷ്ടിച്ചു. അപ്പൊ സാത്താൻ വന്ന് പറയുന്ന ഒരു വാക്കെന്നാണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ പോലെ ആകേണ്ടതിന് ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കണം. ദൈവം പറഞ്ഞത് ഞാൻ എന്നെ പോലെ നിങ്ങളെ സൃഷ്ടിച്ചെന്ന്. സാത്താൻ പറയുക, നിങ്ങൾ അങ്ങനെ ആകണമെങ്കിൽ ഇത് പ്രവർത്തിച്ചാലേ, ഇത് കഴിച്ചാലേ, ഈ ഫ്രൂട്ട് തിന്നാലേ നിങ്ങൾ ദൈവത്തെ പോലെ ആകത്തുള്ളൂ. ദൈവത്തെ അനുസരിച്ചില്ല, ദൈവത്തെ വിശ്വസിച്ചില്ല, സാത്താനെ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിച്ചില്ല, സാത്താൻ്റെ വാക്കിനെ വിശ്വസിച്ച് ആ ഫ്രൂട്ട് കൈനീട്ടി അത് പറിച്ചെടുക്കുന്നു, അത് ഭക്ഷിക്കുന്നു. അവരുടെ തേജസ് നഷ്ടപ്പെട്ടു പോയി. മരണം നടക്കുക. സ്തോത്രം. സത്യത്തിൽ പാപം എന്നുള്ള പദത്തിന് അവിടെ കൊടുത്തിരിക്കുന്നത് പെരപ്റ്റോമ എന്നൊരു വേർഡാ. പെരപ്റ്റോമ അർത്ഥം ലക്ഷ്യം തെറ്റുക. ദൈവം അവരെ അവിടെ ആക്കി വെച്ചത് ഹോൾ വേൾഡിനെ വാഴുവാനാ, ഭരിക്കുവാനാ. ദൈവത്തിന് അവരുടെ മേലൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ദൈവത്തിന് അവരെ കൊണ്ടൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ദൈവിക ലക്ഷ്യത്തിനകത്ത് ദൈവം ഇവരെ ആക്കി വെച്ചു. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാതെ സാത്താനിൽ വിശ്വസിച്ചു. അവർ എന്താണോ ദൈവം അവരെ ആക്കി വെച്ചത് അതവർ തിരിച്ചറിഞ്ഞില്ല. അവരതാകാൻ ശ്രമിച്ചു. ഒരിക്കൽ കൂടി, ദൈവം അവരെ ആക്കി വെച്ചത് എന്താണെന്ന് തിരിച്ചറിയാതെ അതാകാൻ അവർ ശ്രമിച്ചപ്പോൾ അവർ വീണുപോയി. ദൈവം ശപിക്കുക. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ. സ്തോത്രം. സത്യത്തിൽ അന്ന് അവിടെയല്ലേ അവർക്കൊരു കുപ്പായം ദൈവം തുന്നുന്നേ. സ്തോത്രം. അതുവരെ തേജസ്സിൻ്റെ ഉടുപ്പല്ലേ, തേജസ്സിൻ്റെ വസ്ത്രമല്ലേ അവർ ധരിച്ചേ. തേജസ് നഷ്ടപ്പെട്ട 1-ാം മനുഷ്യൻ ഏദനിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. ഹല്ലേലൂയ. പിന്നെ ഇങ്ങോട്ട് ചരിത്രം പഠിച്ചു വരുമ്പോൾ നോക്കിക്കേ, പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന നിയോഗം 430 വർഷം അടിമകളായി കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കണം. ഉലകത്തിൽ ഇതുവരെ ആർക്കും കൈമാറാത്തൊരു ലീഡർഷിപ്പ് അനോയിന്റിങ് മോശയുടെ മേൽ വന്ന് വീഴുക. സ്തോത്രം. 80-ാമത്തെ വയസ്സിൽ ആ ഹോരേബിൽ, ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കാനുള്ളതാ, മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മാവിയപ്പനുമാകുന്ന ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച് മരുഭൂമിക്കപ്പുറം ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബോളം എത്തുമ്പോൾ ഹോരേബിൽ ഒരു മുൾപ്പടർപ്പ് നിന്ന് കത്തുന്നു. സ്തോത്രം. ആ അഗ്നിജ്വാലയ്ക്കകത്തൊരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നു. അതിനകത്ത് ദൈവത്തിൻ്റെ വാക്ക് വെളിപ്പെട്ട് വരികയാ. സ്തോത്രം. നമുക്കറിയാം, മോശയുടെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളല്ലേ. ആദ്യത്തെ 40 വർഷം മിസ്രൈമിൽ ഫറവോയുടെ കൊട്ടാരത്തിൽ, അടുത്ത 40 വർഷം ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ച്, പിന്നീട് 3-ാമത്തെ 40 വർഷം മരുഭൂമി വഴിയായി ജനത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുക. ആദ്യത്തെ 40 വർഷം മോശ ഈ മിസ്രൈമിലെ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് വളരുമ്പോൾ മോശയെ ബൈബിൾ അഡ്രസ്സ് ചെയ്യുന്ന എങ്ങനെയാ? അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. മോസസ്
40-ാമത്തെ വയസ്സ് വരെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. എന്നാൽ അടുത്തൊരു 40 വർഷം ആടുകളെ മേയിച്ച കാലഘട്ടത്തിൽ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായ മോശ വിക്കനായി, തടിച്ച നാവുള്ളവനായി. കണ്ടോ, സാഹചര്യങ്ങൾ ഒരുവന്റെ എബിലിറ്റിയെ, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത ആ കഴിവുകളെ സാഹചര്യങ്ങൾ നഷ്ടപ്പെടുത്തി. മോശ മിസ്രൈമിൽ നിന്നിറങ്ങി ഓടുന്ന ഓട്ടം നിങ്ങൾ ശ്രദ്ധിക്കണം. മോശയെ നോക്കി ഒരിക്കൽ സ്വന്തം ജനം ചോദിക്കുക, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കി വെച്ചത് ആർ? മോശ ഇറങ്ങി ഓടി. ഒരു മിസ്രൈമിനെ കൊന്നുകളഞ്ഞത് ഭറവോ അറിയുമെന്ന് ഭയന്ന് മിസ്രൈമിൽ നിന്ന് ഇറങ്ങി ഓടുക മോശ. ആ ഓട്ടം ചെന്ന് നിൽക്കുന്നത് ഇത്രോവിൻ്റെ അരികിലാണ്. സ്തോത്രം. ഇത്രോവിൻ്റെ അരികിൽ വരുമ്പോൾ സത്യത്തിൽ മോശയ്ക്ക് അവിടെ 2 റോളാ. ഒന്ന്, ഇത്രോവിൻ്റെ മകളെ നോക്കണം. 2, ഇത്രോവിൻ്റെ ആടിനെ നോക്കണം. കണ്ടോ, മോശ പ്രാണരക്ഷാർത്ഥം ഒരു പ്രത്യേക നിയോഗത്തിൽ ഓടിച്ചെല്ലുമ്പോൾ, സ്തോത്രം, മറ്റൊരു ദേശത്ത് ഇത്രോവ് എന്ന് പറയുന്ന മനുഷ്യൻ 2 കാര്യങ്ങൾ നോക്കാൻ ഒരുത്തനെ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മകളെ നോക്കണം, ആടിനെ നോക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മകളെ നോക്കണം, ബിസിനസ് നോക്കണം. ഈ 2 സംവിധാനങ്ങളും നോക്കി നിയോഗമുള്ള ഒരുത്തനെ ഒതുക്കാൻ ഇത്രോവ് പദ്ധതിയിട്ടു. സ്തോത്രം. എന്നാൽ ഇത്രോവിൻ്റെ പദ്ധതിക്ക് 40 വർഷമേ ആയുസുള്ളായിരുന്നു. അടുത്ത 40 വർഷം മോശയുടെ 80-ാമത്തെ വയസ്സിൽ ഹോരേബിനകത്ത് തീ ഇറങ്ങി നിൽക്കുക. കാബോദ് അവിടെ ഇറങ്ങുക. അന്ന് ഏദനിൽ നിറങ്ങിപ്പോയ ദൈവത്തിൻ്റെ മഹത്വം 80 വയസ്സുള്ള ഒരു വയോധികന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ മഹത്വത്തിന് മോശയോട് സംസാരിക്കാനുണ്ട്. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. സ്തോത്രം. നിന്നെ ഞാൻ മിസ്രൈമിലേക്ക് മടക്കി അയക്കാൻ പോകയാ. എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ നോക്കി ആത്മനിയോഗത്തോടെ കൈമാറുകയാ. സ്തോത്രം. ഈ പ്രായത്തിലും മറ്റൊരുത്തർക്കും നിങ്ങളുടെ അകത്ത് കാണാൻ കഴിയാത്ത വമ്പൻ പദ്ധതികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ആരൊക്കെയോ നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, ഏതൊക്കെയോ സാഹചര്യത്തിനകത്ത് നിങ്ങൾ ഒതുക്കപ്പെടുമ്പോൾ ആത്മാവിന് കൈമാറാനുള്ള സന്ദേശം 80 വയസ്സുള്ള ഒരു വയോധികന്റെ അകത്ത് ഉലകത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരുത്തർക്കും കൈമാറാത്ത ഒരു വലിയ നിയോഗത്തെ ദൈവം കൈമാറിയതുപോലെ നിന്റെ കഴിവുകളെല്ലാം അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് മോശയെ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്ന അങ്ങ് ഇപ്പോൾ വിക്കന, തടിച്ച നാവ, ഒരു വാക്ക് പോലും പൂർത്തീകരിച്ച് പറയാനുള്ള ശേഷി അങ്ങേക്കില്ല. പക്ഷെ നിന്റെ കഴിവ് മുഴുവൻ തീർന്നെന്ന് പറഞ്ഞെടുത്തിയെന്ന് നിന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മഹത്വത്തെയാ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുന്നത്. ആത്മാവിൽ അത് ബോധ്യമാകുന്നവർ കർത്താവിന്റെ മഹത്വം കൊടുത്തു. ഡൽഹിയുടെ സാകേതിന്റെ, ഗുഡ്ഗാവിന്റെ, നോർത്ത് ഇന്ത്യയുടെ ഉണർവിനെ ആത്മതലത്തിൽ നയിക്കേണ്ടതിനായി കഴിവും യോഗ്യതയും ഇല്ലാത്ത ചിലരെ ആത്മതലത്തിൽ കഴിവുള്ളവരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ മഹത്വം. മോശയ്ക്ക് കയറിപ്പോണമെന്നും ഉപയോഗിക്കപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സ്തോത്രം. പക്ഷെ മോശയ്ക്ക് അവിടെ നിന്ന് പൊട്ടിച്ചു പോകാൻ കഴിയാതെ കൊണ്ട് ഒരു കവനന്റിനകത്ത് കിടക്കുന്നത്. ഒരു കുടുംബം എന്ന ഒരു ഉടമ്പടിക്കകത്ത് മോശയെ ലോക്ക് ചെയ്തു. മിസ്രൈമിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. തൻ്റെ പിതാക്കന്മാരെ, തൻ്റെ സഹോദരങ്ങളെ വിടുവിക്കണമെന്ന് മോശയ്ക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം. പക്ഷെ ഇത്രോവിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ആടിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല മോശയുടെ മേലുള്ളത്, ഇത്രോവിൻ്റെ മകളുടെ ഉത്തരവാദിത്വമുണ്ട്. എന്ന് പറഞ്ഞാൽ ഫാമിലി എന്ന കവനന്റിനകത്ത് ഒരു മനുഷ്യനെ ലോക്ക് ചെയ്തു. മോശയുടെ വാക്കെന്നാന്നറിയാമോ? ബന്ധങ്ങൾ എനിക്ക് ബന്ധനമാണ്. എന്നാൽ ദൈവത്തിന് പറയാനൊരു ദൂതുണ്ട്. മോശേ, ബന്ധങ്ങൾ അങ്ങേക്ക് ബന്ധനങ്ങളായി കിടക്കുമ്പോൾ ആ ബന്ധനങ്ങളെ കത്തിച്ചു കളയുന്ന തീയല്ലേ ഹോരേബിൽ ഇറങ്ങുന്നത്? ഇന്ന് ഈ 7-ാമത്തെ പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ചില ബന്ധങ്ങളുടെ കുരുക്കിനകത്ത് നീ കിടന്ന് ദൈവം കണ്ടിരിക്കുന്ന നിയോഗത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വീടിന്റെ 4 ചുവരിനകത്ത്, ഫാമിലി സർക്കിളിനകത്തൊക്കെ കുരുക്കിനകത്ത് കിടക്കുന്ന ചിലതിനെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീയിറക്കിയതിനെ പൊട്ടിച്ചു മാറ്റുമെന്ന് എന്റെ നിയോഗത്തിന്, എന്റെ പദ്ധതിക്ക് വേണ്ടി നിന്റെ മിനിസ്ട്രിക്ക്, നിന്റെ കുടുംബം സപ്പോർട്ടാകാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷയ്ക്ക് നിന്റെ ഫാമിലി സപ്പോർട്ടാകാൻ പോകുന്നു. ഓ റബ ഹസിയാർത്തരാന. സഹോദര, നിന്റെ ആരാധനയുടെ ലെവലിലേക്ക് കയറി വരുന്നില്ലായിരിക്കാം നിന്റെ കൂടെയുള്ളവർ. പക്ഷെ ഇന്ന് ഇതിനകത്ത് കൈതട്ടി ആരാധിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ഒരു ഭയങ്കര ചലനത്തെ കൽപ്പിച്ചാക്കേണ്ടതിനായി ആഴത്തിലൊരു ദൈവപ്രവർത്തിയെ മോശയുടെ മുമ്പിൽ മഹത്വം ഇറങ്ങി. പിന്നെ മോശ കൊണ്ടു നടക്കുന്നത് മുഴുവൻ മഹത്വമാ. ആബീബ് മാസം 14-ാം തീയതി പെസഹ കുഞ്ഞാടിനെ വേർതിരിക്കുന്നു.
സ്തോത്രം. ദൈവം കൽപ്പിച്ചാക്കിയ ടൈം കഴിയുമ്പോൾ ഇതിനെ അറക്കുന്നു. അതിൻ്റെ രക്തത്തിൽ കുറെ എടുത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുന്നു. വീടിനകത്തിരിക്കുന്നവർ ഈ മാംസം സ്തോത്രം തിടുക്കത്തിൽ ഭക്ഷിക്കുന്നു. കണ്ടോ, അർദ്ധരാത്രിയിൽ ദേശത്ത് സംഹാരകൻ ഇറങ്ങുമ്പോൾ മിസ്രൈമിലെ സകല കടിഞ്ഞൂലുകളെയും കൊന്നുകളയുന്ന സമയത്ത് മിസ്രൈമിൽ മുഴുവൻ കൂട്ട നിലവിളി സംഭവിക്കുമ്പോൾ ഇതിൻ്റെ നടുക്കൂടെ ദൈവം ഒരു തലമുറയെ മഹത്വത്തിനകത്തല്ല കൊണ്ടുപോകുന്നേ. ഒരു രാജ്യത്ത് മുഴുവൻ കൂട്ട നിലവിളിയാ, പക്ഷെ നിലവിളിക്കകത്തൂടെ ഗ്ലോറി സോണിനകത്തൂടെ കർത്താവ് ഒരു തലമുറയെ അക്കരെ കടത്തുകയാ. എന്തോ ദൈവത്തിന്റെ ആത്മാവിന്ന് ശക്തമായിട്ട് ഇടപെടുകയാ. ആത്മനിറവുള്ള ദൈവ പൈതൽ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാലും അതിന്റെ മീതെ ഒരു മഹത്വത്തിന്റെ സോൺ ഓപ്പൺ ആകാൻ പോകുകയാ. നിന്റെ പ്രാർത്ഥനയും നിന്റെ ആരാധനയും നിമിത്തം നിന്റെ തലയ്ക്ക് മീതെ ഒരു മഹത്വത്തിന്റെ തലം തുറന്നു വരുമെന്ന്. എന്തോ ഇത് ചിലർക്ക് വേണ്ടി കർത്താവ് കൈമാറുക. നീ കീബോർഡിന് കോഡ് പിടിച്ചാൽ, നീ പാടാൻ മൈക്കെടുത്താൽ, നീ ഒരു വചനം വായിക്കാൻ വേദഗ്രന്ഥം തുറന്നാൽ ആ അന്തരീക്ഷത്തിനകത്ത് ഗ്ലോറി സോൺ തുറക്കുന്ന ഒരു ദൈവമഹത്വത്തെ രാജ്യത്ത് മുഴുവൻ കൂട്ട നിലവിളി, ഇടവും വലവും കൂട്ട നിലവിളി നടക്കുമ്പോൾ ഇതിന്റെ നടുവിൽ ഒരു ജനം ആർത്തു വിളിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഗ്ലോറിയുടെ പോർട്ടൽ തുറന്നാൽ അവിടെ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പാടിയത്, ജയത്തിന്റെ ഘോഷം നീതിമാന്മാരുടെ കൂടാരത്തിന്റെ മേൽ ഉണ്ടാകും. എത്ര വലിയ പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും മഹത്വത്തിന്റെ കീഴിൽ നിൽക്കുന്നവരെ കർത്താവ് അത്ഭുതകരമായിട്ട് മാനിക്കും. ഈ യാത്രാമധ്യത്തിൽ പല ഘട്ടത്തിൽ ദൈവം മോശയെ ഒറ്റയ്ക്ക് വിളിച്ച് കയറ്റുന്നുണ്ട്. 40 വർഷം 42 സ്ഥലങ്ങളിൽ കൂടാരമെടുത്ത് ഇവര് മുമ്പോട്ട് പോകുക. സ്തോത്രം. ചില ഘട്ടങ്ങളിൽ ഈ ജനത്തിന് നിയോഗം കൈമാറാൻ ദൈവത്തിന്റെ പദ്ധതി തോന്നുമ്പോൾ 20 ലക്ഷത്തിലധികം ജനത്തെ അവിടെ നിർത്തി അതിനകത്ത് നിന്ന് മോശയെ വിളിച്ച് പർവ്വതത്തിൽ കയറ്റും. സ്തോത്രം. അതിനകത്ത് മഹത്വത്തിന്റെ മേഘം ഇറങ്ങും. സ്തോത്രം. ഈ മഹത്വം ഇറങ്ങുമ്പോൾ അതിനകത്ത് ദൈവത്തിന്റെ നിയോഗങ്ങൾ മോശയ്ക്ക് കൈമാറുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ നടുവിൽ എനിക്ക് വസിക്കണം. ഇനി ശ്രദ്ധിച്ചോണം, എൻ്റെ ജനത്തിന്റെ നടുവിൽ എനിക്ക് വസിക്കണം. അതിനുവേണ്ടിയാ സമാഗമന കൂടാരത്തിന്റെ പദ്ധതിയെ ദൈവം കൈമാറുന്നത്. സമാഗമന കൂടാരത്തിന്റെ ആലയത്തിന്റെ 3 ഭാഗം കേട്ടു നമ്മൾ കഴിഞ്ഞ ദിവസം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഈ അതിപരിശുദ്ധ സ്ഥലത്താ നിയമപ്പെട്ടകം ഇരിക്കുന്നത്. ഈ നിയമപ്പെട്ടകത്തിന്റെ മീതെ കൃപാസനം. ഈ കൃപാസനത്തിന്റെ മീതയാ യഹോവയുടെ മഹത്വം അക്ഷരികമായിട്ട് ഇറങ്ങി വരുന്നത്. ഈ മഹത്വം വഹിക്കുന്ന യഹോവയുടെ പെട്ടകത്തെ പണിയുവാൻ ദൈവം കണ്ടൊരു പൈതലുണ്ട്. അവന്റെ പേര് ബെസലേൽ എന്ന. സ്തോത്രം. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 33-ാം വാക്യത്തിൽ എഴുതി, യഹോവ ബെസലേലിനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനം, ബുദ്ധി, അറിവ്, സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചു. ഞാനിന്ന് ഒത്തിരി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു, നമ്മുടെ സഭയുടെ കവറിങ്ങിനകത്ത് വളരുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ഇത് തുറന്നു വരട്ടെ. നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദിവ്യാത്മാവ് ഇറങ്ങി വരണം. രക്തത്താൽ ജയം. നല്ലതൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് പോലെ ഒന്നും എൻ്റെ കുഞ്ഞിന് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ മീതെ യഹോവയുടെ ആത്മാവ് ഇറങ്ങി വരണമെന്ന് ഒരു പിതാവോ മാതാവോ പ്രാർത്ഥിച്ചാൽ ആ പൈതലിൻ്റെ മീതെ ദിവ്യാത്മാവ് വെളിപ്പെട്ട് വരാൻ പോകയാ. കണ്ടോ, സ്തോത്രം. ബെസലേലിന്റെ മേൽ അത് വന്നു. യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകൻ, ഊരിയുടെ മകൻ ബെസലേലിന്റെ മേൽ ദിവ്യാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവന്റെ മേൽ ദൈവം ഒരു പാക്കേജിനെ കൈമാറി. 1 ജ്ഞാനമാ, 2 അറിവാ, 3 ബുദ്ധിയാ, 4 സകലവിധ സാമർഥ്യവാ. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ അതിനകത്ത് സകലവിധ സാമർഥ്യം വെളിപ്പെട്ടു വരും. ഇന്ന് പാട്ട് പാടുന്നവർ നാളെ പ്രസംഗിക്കും, നാളെ പ്രസംഗിക്കുന്നവർ അടുത്ത ദിവസം പ്രവചിക്കും. ഇന്നതിനകത്ത് അഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ ചെയ്യുന്നവർ പുറത്ത് ഹീലിംഗിന്റെ മിനിസ്റ്റർ ചെയ്യും. സ്തോത്രം. ഇന്നതിനകത്ത് കോർഡിനേഷൻ ചെയ്യുന്ന, ഇതിനകത്ത് കസേര പെറുക്കിയിടുന്ന, ഈ ഹോള് ക്ലീൻ ചെയ്യുന്ന ആളുകൾ, സ്തോത്രം, അടുത്ത ദിവസം അടുത്ത ഉണർവിനെ ആത്മതലത്തിൽ നയിക്കേണ്ടതിനായി സകലവിധ സാമർഥ്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ ആ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരുന്ന മഹത്വത്തെ വഹിക്കുന്ന പെട്ടകത്തെ പണിയാൻ കതിരമരം മുറിക്കണം, അതുകൊണ്ട് പെട്ടകം ഉണ്ടാക്കണം, അതിനെ പൊന്നുകൊണ്ട് പൊതിയണം. ബെസലേലെ ഈ വിസ്ഡം നിനക്ക് ആരാ തന്നെ? ഇതിന്റെ രൂപരേഖയും രൂപകൽപ്പനയും മുഴുവൻ മോശ പ്രാപിച്ചത് 40 ദിവസം പർവ്വതത്തിൽ കയറിയ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. മോശ
40 ദിവസം പർവ്വതത്തിന്റെ മുകളിൽ കയറി മഹത്വത്തിന്റെ മേഘം ഇറങ്ങി വരുന്ന അന്തരീക്ഷത്തിൽ പ്രാപിച്ച സമാഗമന കൂടാരത്തിന്റെ അളവ്, നിയമപ്പെട്ടകത്തിന്റെ അളവ്, ഇതെന്റെ താഴെ പാളയത്തിനകത്ത് ഒരു കൂടാരത്തിൽ കിടക്കുന്ന ഒരു കൊച്ചു ബാലന്റെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. അന്നത്തെ മോസ്റ്റ് സീനിയർ ശുശ്രൂഷകന് ഈ ഡയഗ്രാം കിട്ടണമെങ്കിൽ 40 ദിവസം ഇരിക്കണം. പഴയ നിയമത്തിലെ മധ്യസ്ഥ 40 ദിവസം കൊണ്ട് പർവ്വതത്തിൽ കിടന്ന് പ്രാപിച്ചത് വീടിന്റെ പരിമിതമാകുന്ന സാഹചര്യത്തിൽ അടുത്ത ജനറേഷൻ അതിന്റെ ഡയഗ്രത്തെ ആത്മതലത്തിൽ പിടിച്ചെടുത്തെങ്കിൽ എന്തോ അസാധാരണ ദൈവിക ജ്ഞാനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മീതെ കൈമാറാൻ പോയാ. പ്രാർത്ഥിച്ചോ. അടുത്ത ജനറേഷനെ പരിശുദ്ധാത്മാവ് തുറട്ടെ. വിസ്ഡം ആരാധിക്കുന്ന മാതാപിതാക്കളുടെ തലമുറകളുടെ മീതെ ആ മഹത്വത്തെ കൈമാറുന്നു. ബെസലേലിന്റെ സാക്ഷ്യം എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ ശുശ്രൂഷകൻ പർവ്വതത്തിൽ കയറി പ്രാപിച്ചത് സ്വർഗത്തിലെ ദൈവം എനിക്ക് വീടിനകത്തിട്ട് തരും. ഇത് ആത്മാവിൽ പിടിക്കണമെങ്കിൽ അകത്തൊരാത്മാവിന്റെ ചലനം നടന്നാൽ മതി. ഞാൻ ഇങ്ങനെ ഒരു വാചകം ഈ സഭയുടെ മീതെ ആത്മമണ്ഡലത്തിൽ ഡിക്ലെയർ ചെയ്യുകയാ. പതിറ്റാണ്ടുകൾക്ക് പിറകിൽ അഭിഷക്തന്മാർ വർഷങ്ങളിരുന്ന് പ്രാപിച്ച ആത്മമണ്ഡലത്തെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ആത്മാവിൽ പകരാൻ കഴിയുന്ന പിതാക്കന്മാർ ഈ 7, 21, 40 ഒക്കെ ഇരുന്നിട്ട് പ്രാപിച്ചതിന് ഇന്ന് ഈ മിനിറ്റുകളിൽ നിന്റെ ആത്മതലത്തിൽ കൈമാറേണ്ടതിനായി ഒരു മഹത്വത്തിന്റെ സോൺ, ദൈവാലയത്തിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാനുള്ള ജ്ഞാനം, പൊന്നുകൊണ്ട് കെരൂബുകളെ ഡിസൈൻ ചെയ്യാനുള്ള ജ്ഞാനം ബെസലേലിന്റെ മേൽ വരിക. ഗ്ലോറി ടു ജീസസ്. ഇത് ബെസലേലിന് ഇത് കിട്ടാൻ കാര്യം എന്നാണെന്നറിയാമോ? ഇവന്റെ പൂർവ്വപിതാവ് വെല്ലിപ്പച്ചൻ അഭിഷക്തന്റെ കരം താങ്ങിയ ആളാ. സ്തോത്രം. പണ്ട് ഇസ്രായേൽ ജനം സീൻ മരുഭൂമി വിട്ട് രഫീദീമിൽ എത്തിയപ്പോ അമാലിയേക്കർ യുദ്ധത്തിന് വന്നു. അമാലിയേക്കർ യുദ്ധം ചെയ്യുമ്പോൾ മോശ യോശുവനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ താഴ്വരയിലിറങ്ങി യുദ്ധം ചെയ്തു, ഞാൻ മലയിൽ പ്രാർത്ഥിക്കാൻ കയറുക. ദൈവത്തിന്റെ പദ്ധതി എന്നാണെന്നറിയാവോ? മോശയുടെ കരത്തിലുള്ള അഭിഷേകത്തിന്റെ വടി ഉയർന്നു നിൽക്കണം. എത്രത്തോളം മോശ ഈ വടി ഇങ്ങനെ കരത്തിൽ ഉയർത്തിപ്പിടിക്കുമോ മോശയുടെ കരം ഉയരുന്നത് താഴ്വരയിലെ ജയമാ. മോശയുടെ കരം താന്നാൽ താഴ്വരയെ പരാജയമാ. ജനത്തിന്റെ ജയത്തിന്റെ സീക്രട്ട് എന്നാണെന്നറിയാമോ? അഭിഷക്തന്റെ കരം ഉയർന്നു നിൽക്കുന്ന. ഹല്ലേലൂയ. ജനം താഴ്വര യുദ്ധം ചെയ്യാം. നിങ്ങളുടെ യുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുന്നതിന്റെ പിൻപിലെ രഹസ്യം എന്നാണെന്നറിയാമോ? സ്തോത്രം. പ്രാർത്ഥനാ മുറിയിൽ കരമുയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു മോശം നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആഴ്ചയുടെ 7 ദിവസവും കർത്താവ് തന്റെ മക്കളെ അത്ഭുതകരമായി നടത്തുന്നതിന്റെ പിൻപിലെ രഹസ്യം ഇന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷക്തൻ. നിങ്ങൾ തെരുവിൽ അലയുമ്പോഴും നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ അലേർട്ടായി പ്രാർത്ഥിക്കുന്ന ഒരു മോശം നിങ്ങളുടെ പിറകിലുള്ളത് കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവ ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പ് തരികയാ, നീ തകരാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ശ്രദ്ധിച്ചേ. താഴ്വരയിലെ യുദ്ധം. മോശ ഇങ്ങനെ കര ഉയർത്തി പ്രാർത്ഥിക്കാം. മോശ പർവ്വതത്തിലേക്ക് കയറിയപ്പോഴേ മോശയുടെ പിറകെ 2 പേര് കയറി. ലേവി ഗോത്രത്തിലെ അഹരോനും യഹൂദാ ഗോത്രത്തിലെ ഹൂരും. മോശ പർവ്വതത്തിൽ കയറി കരമുയർത്തുമ്പോൾ 2 പേരും ഇടവും വലവുമായി നിന്ന് മോശയുടെ കരത്തെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. മോശയുടെ കരത്തിന് ഭാരം ഉണ്ടാകത്തില്ല, കാരണം സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. ഇടവും വലവും നിൽക്കുന്ന അഹരോനോടും ഹൂരിനോടും ഒരു ചോദ്യം, നിങ്ങളെ ആര് സപ്പോർട്ട് ചെയ്യും? അവരുടെ മറുപടി, സപ്പോർട്ട് പ്രതീക്ഷിച്ചല്ല ഞങ്ങളിത് ചെയ്യുന്നത്, ഞങ്ങളിത് ചെയ്യുന്നത് ദൈവത്തിനെന്ന പോലെയാ. കേട്ടോ, ഇത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളാ. പുതുനിയമ സഭയ്ക്കകത്ത് ഈ മഹത്വം ചലിക്കണം. സ്തോത്രം. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നാം ചെയ്താൽ അത് ദൈവത്തിനെന്ന പോലെ ചെയ്യണം. ഹല്ലേലൂയ. ഇത് മോശയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല അഹരോൻ ചെയ്യുന്നത്, മോശയെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല ഹൂര് ചെയ്യുന്നത്. അഹരോനും ഹൂരും ഇത് ചെയ്യുന്നത് ദൈവത്തിനെന്ന പോലെയാണ്. ആരാധനാ മധ്യത്തിൽ അഭിഷക്തന്മാര് പാട്ട് പാടുമ്പോൾ ഒന്ന് കൈതട്ടുകയാണെങ്കിൽ, ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നവർക്ക് പ്രചോദനം കിട്ടാൻ വേണ്ടിയല്ല, അത് ദൈവത്തിന് എന്ന പോലെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മേലെ അത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്.
രക്തത്താൽ ജയ. ഇതിനകത്ത് പായിടുന്നത്, ഇത് ക്ലീൻ ചെയ്യുന്നത്, ഇതിനകത്ത് ചേറ് പെറുക്കിയിടുന്നത്. ഹല്ലേലൂയ. ഈ ആലയത്തിനകത്ത് ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കളെ അവരുടെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് ആർക്കും വേണ്ടിയല്ല, ദൈവത്തിനെന്ന പോലെ ചെയ്യുന്നവർ. അങ്ങനെ ചിലർ ഇതിനകത്തുണ്ട്. ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, അഭിഷേകത്തിന് ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, ഞാനത് ആരെയും പ്രസാദപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ എന്റെ ദൈവത്തിന് ചെയ്യുന്നത് പോലെയാണെന്നുള്ള ബോധ്യത്തോടെ അങ്ങനെ ചെയ്യുന്ന ചിലർക്ക് വേണ്ടി ഈ സീസണിൽ ദൈവത്തിന്റെ മഹത്വത്തെ പരിശുദ്ധാത്മാവ് എന്തോ ദൂതിവിടെ തിരിയുന്നു. നിന്റെ മനോഭാവം ഇന്ന് പകൽ മാറിയാൽ, ആരാധിക്കുന്നത് ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ഞാൻ ആരാധിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെന്ന്. എന്റെ ആരാധന ആർക്കും വേണ്ടിയല്ല, എന്റെ പ്രാർത്ഥന ആർക്കും വേണ്ടിയല്ല, ഞാൻ ആലയത്തിൽ വരുന്നത് ആരെയും കാണിക്കാനല്ല, ഞാൻ ചെയ്യുന്നത് ദൈവത്തിനെന്ന പോലെയാണെന്ന്. അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ചർച്ചയിൽ വന്നാൽ അങ്ങനെ വരണം, ആരാധിച്ചാൽ അങ്ങനെ ആരാധിക്കണം, ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ കൊടുക്കണം. ദൈവത്തിന് എന്ന പോലെ ചെയ്യുമ്പോഴാ അതിനകത്ത് മഹത്വം ചലിക്കുന്നത്. അഹരോനും ഹൂരും കരം താങ്ങി പിടിച്ചതുകൊണ്ട് താഴ്വരെ ജയം നടന്നു. ആർപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ മോശ ചാടി എഴുന്നേറ്റു, കല്ലുകളെല്ലാം അടുക്കി കൂട്ടി അവിടെ ഒരു യാഗപീഠം പടർന്നു. മോശ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു, യഹോവ എന്റെ ജയക്കൊടി എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് യഹോവ നിസി എന്ന് പേരിട്ടു. യഹോവ നിസിയുടെ കൊടികൾ നമ്മുടെ മീതെ ഉയർന്നു വരട്ടെ. ഗ്ലോറി ടു ജീസസ്. അഹരോനെ മറന്നോ ദൈവം? അഹരോന്റെ അടുത്ത 7 തലമുറകൾ പുരോഹിതന്മാരായില്ലേ? 7 നൂറ്റാണ്ടുകളിൽ 7 തലമുറകൾ പുരോഹിതന്മാരായി. ഹല്ലേലൂയ. അവന്റെ കാൽച്ചുവട്ടിലേക്കല്ലേ രാജ്യത്തിന്റെ മുഴുവൻ നന്മയും വന്നേ. അഹരോന്റെ ഡ്രസ് കോഡ് പോലും സ്വർഗമാണ് നിശ്ചയിക്കുന്നത്. അവൻ എന്ത് ധരിക്കണം? യേശുവിന്റെ നാമത്തിൽ ജയം. തീർന്നില്ല. ഹൂരിനെ ദൈവം മറന്നോ? ഹൂരിന്റെ മകൻ ഊരിയുടെ മകൻ ബസലേൽ കൊച്ചുമകന്റെ മേൽ ദൈവത്തിന്റെ പ്രോജക്റ്റ് വന്ന് വീഴുക. വെല്ലുപ്പച്ചൻ അഭിഷക്തന്റെ കരം താങ്ങി പിടിച്ചപ്പോൾ 3-ാം തലമുറയുടെ മേൽ ദൈവം അത് നീതിയായി കണക്കിട്ടെങ്കിൽ എന്തോ അത് ചിലരുടെ മീതെ കൈമാറാൻ കർത്താവ് എനിക്ക് ഭയങ്കര പ്രേരണ തരിക. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. വെല്ലുപ്പച്ചൻ അഭിഷക്തന്റെ കരത്തെ താങ്ങി പിടിച്ചപ്പോൾ 3-ാം തലമുറയുടെ മീതെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തെങ്കിൽ കൊടുത്തതും ചെയ്തതും ദൈവനാമത്തിന് വേണ്ടി വിശ്വസ്തയോട് നിന്നതുമൊക്കെ യേശുവിന്റെ നാമത്തിൽ അത് മഹത്വമായി തീരത്തക്ക നിലയിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഈ ദൂതിന്റെ മഹത്വം വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന മാതാപിതാക്കളുടെ 3-ാം തലമുറകളുടെ മീതെ ഡിവൈൻ വിസ്ഡം തുറക്കുന്ന എന്നെ കേൾക്കുന്ന അമ്മമാരെ, എന്നെ കേൾക്കുന്ന പിതാക്കന്മാരെ ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. എങ്ങനെയൊക്കെ അഭിഷക്തന്മാരുടെ കരത്തെ താങ്ങിപ്പിടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ താങ്ങിക്കണം. ഇതിന് പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. കൊലോസിയൻസ് 3:24 ഇങ്ങനെ വായിക്കുന്നു, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിന്, ഇന്ന് നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനൊക്കെ പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ടെന്ന്. മോശ ഇത് മറന്നാലും ദൈവം ഇത് മറക്കുവോ? ദൈവത്തിന്റെ നീതിയും വിശ്വസ്തതയും അത്ഭുതകരമായി വെളിപ്പെട്ടില്ലേ? ശ്രദ്ധിച്ചേ, ടാബർനാക്കിൾ സമാഗമന കൂടാരത്തെ ദൈവം രൂപകൽപ്പന ചെയ്തു. ഇതിനകത്താ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിയേ. കണ്ടോ? ഏദനിൽ ഇറങ്ങിയത് പിന്നത്തെ തന്റെ ഭക്തന്മാരുടെ കൂടെ ചലിച്ചു. മോശയ്ക്ക് വേണ്ടി പർവ്വതത്തിലിറങ്ങി. മോശയ്ക്ക് വേണ്ടി പർവ്വതത്തിലിറങ്ങിയവൻ, സ്തോത്രം, ഇന്ന് ജനത്തിന് വേണ്ടി ജനത്തിന്റെ നടുവിലിറങ്ങുക. പർവ്വതത്തിന് താങ്ങാൻ പറ്റാത്ത മഹത്വം ഒരു കൂടാരത്തിനകത്തിറങ്ങി. താങ്ക് യു ജീസസ്. ഇവർ ഈ യാത്രാമധ്യത്തിൽ പല സ്ഥലത്ത് കൂടാരം അടിച്ചു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ കൂടാരം ശീലോവിലായി. ശീലോവിലെ സമാഗമന കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം അസാധാരണമായി ചലിക്കുക. ഇതിന്റെ പ്രാകാരങ്ങളിലല്ലേ ഹന്ന വന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച്. ശീലോവിലെ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ശുശ്രൂഷകൻ ഏലി പുരോഹിതനല്ലേ. ഇതിന്റെ ഇന്നർ കോറിൽ, ഇതിന്റെ 3-ാം തട്ടിൽ തിരശീലയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം കാബോദിറങ്ങി നിൽപ്പുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യാൻ വരിക. ഇന്ന് ശ്രദ്ധിച്ചോണം, ദൂതിന്റെ ഗൗരവമായ ഭാഗത്തിലേക്ക് കയറുക. ഫെലിസ്ത്യർ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ശമൂവേൽ പ്രവാചകന് കർത്താവ് നിയോഗം കൊടുക്കുക.
ഈ ശീലോവിലെ സമാഗമന കൂടാരത്തിനകത്തിരിക്കുന്ന യഹോവയുടെ നിയമപ്പെട്ടകം, മഹത്വം കാബോത്ത് ഇറങ്ങി നിൽക്കുന്ന പെട്ടകത്തെ എബനേസറിൽ കൊണ്ടുവെക്ക്. കേട്ടോണം, എബനേസറിൽ യുദ്ധഭൂമിക്കകത്തേക്ക് പെട്ടകം കൊണ്ടുവച്ചു. പെട്ടകം പാളയത്തിലേക്ക് വന്നപ്പോൾ ജനമെല്ലാം ആർത്തു. ജനത്തിന്റെ ആർപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ ഫെലിസ്തർ പറഞ്ഞൊരു വാക്കാ, പെട്ടകം പാളയത്തിൽ വന്നു, ദൈവം പാളയത്തിൽ ഇറങ്ങി. ജനത്തിന് ഇത് പെട്ടകമാ, ജനത്തിന് ഇത് മഹത്വമാ. പക്ഷെ ശത്രു നോക്കുമ്പോൾ ദൈവമാ ഇറങ്ങി നിൽക്കുന്നത്. ഹല്ലേലൂയ. സത്യത്തിൽ ആ യുദ്ധത്തിൽ ഫെലിസ്ത്യര് പെട്ടകം കൊണ്ടുപോയി, പെട്ടകം നഷ്ടപ്പെട്ടു. അവിടെ നടന്ന ഭയങ്കര ദുരന്തം എന്നാണെന്നറിയാമോ? ഏലി പുരോഹിതൻ മരണപ്പെടുന്നു, ഏലി പുരോഹിതന്റെ 2 മക്കളും മരണപ്പെടുന്നു. പക്ഷെ ഏലി പുരോഹിതന്റെ ഒരു മകന്റെ ഭാര്യ, മരുമകൾ, ആ സമയത്താ ഒരു കുഞ്ഞിനെ ഡെലിവർ ചെയ്യുന്നത്. അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്, തൻ്റെ ഭർത്താവും അമ്മായിയപ്പനും മരണപ്പെടുന്നു. അവളെ ഒത്തിരി സങ്കടപ്പെടുത്തി അതൊന്നുമല്ല, പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ ആ കുഞ്ഞിന് ഈ കാബോദ് എന്ന് പേരിട്ടു. ശ്രദ്ധിക്കണം, കാബോദ് എന്നാൽ മഹത്വം എന്നാ, ഈ കാബോദ് എന്നാൽ മഹത്വം പോയി. കാബോദ് ഗ്ലോറി ആണെങ്കിൽ ഈ കാബോദ് നോ ഗ്ലോറിയ. ഏലി പുരോഹിതന്റെ മരുമകളുടെ സങ്കടം പെട്ടകം നഷ്ടപ്പെട്ടു പോയതാ. ഇവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, അമ്മാവിയപ്പൻ നഷ്ടപ്പെട്ടു, പകരം വെക്കാൻ കഴിയാത്ത നഷ്ടം ജീവിതത്തിനകത്തുണ്ടായി. ബന്ധത്തിലും സ്വന്തത്തിലും ഭൗതിക മേഖലകളുടെ അകത്തും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു നഷ്ടം ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇവിടെ സങ്കടം എന്നാണെന്നറിയാമോ? പെട്ടകം പിടിപെട്ടുപോയി. പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി പറഞ്ഞ് ആ കുഞ്ഞിന് ഈ കാബോദ് എന്ന് പേരിടുകയാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 ശമൂവേൽ 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് 21 മുതൽ വായിക്കാമോ? ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ടും അമ്മാവി അപ്പനും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ടു പോക കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് അവൾ പറഞ്ഞു. ഒരു സ്ത്രീയുടെ പ്രാണവേദനയ്ക്കകത്ത് അവൾ സങ്കടപ്പെടുന്ന കണ്ടോ? ഷീലോവിലെ സമാഗമന കൂടാരത്തിനകത്തിരുന്ന യഹോവയുടെ നിയമപ്പെട്ടകം യുദ്ധത്തിൽ ജയിക്കേണ്ടതിനായി എബനേസറിൽ കൊണ്ടുവച്ചു. എബനേസറിൽ നിന്നും ഫെലിസ്ത്യർ ഈ പെട്ടകം കൊണ്ടുപോയപ്പോൾ ഒരു സഹോദരി പറയുകയാ, മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് ഈഖാബോദ് എന്ന് പേരിട്ടു. അതുകൊണ്ട് ഇസ്രായേലിൽ ഒരു കൊച്ചു വളരുക, അവന്റെ പേരിന്റെ അർത്ഥം ഈഖാബോദ് എന്നാ. ഇനി ശ്രദ്ധിക്കണം, ഇതിങ്ങനെ നഷ്ടപ്പെട്ടു പോകാനൊരു കാരണമുണ്ട്. ഏലി പുരോഹിതന്റെ മക്കൾ ഇവന്മാർ അടുത്ത സീസണിൽ ശുശ്രൂഷ ചെയ്യേണ്ടവരാ. പക്ഷേ ഇവർ ആലയത്തിന് പുറത്ത് അരുതാത്ത പ്രവർത്തികളിലേക്ക് അവർ നയിക്കപ്പെട്ടു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഈ യാഗം കഴിക്കാനൊക്കെ യാഗമൃഗത്തിന്റെ മാംസം കൊണ്ട് സ്തോത്രം യാഗപീഠത്തിൽ കൊണ്ട് വെക്കുമ്പോൾ ഇവന്മാരുടെ പരിപാടി എന്നാണെന്നറിയാമോ? ഇവന്മാർ മുപ്പല്ലി കൊണ്ട് ഇത് കുത്തിയെടുക്കും. വായിക്കണോ വാക്യം? 2-ാം അധ്യായം 14. കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലിയരോടും അവർ അങ്ങനെ ചെയ്യും. കണ്ടോ, ഈ ദൈവമക്കൾ ഈ ദൂത് ഭയങ്കര ഗൗരവമാകട്ടോ. കവനന്റിനകത്തിരിക്കുന്നവരവന്മാര്, ഇവന്മാര് ഉടമ്പടിയുടെ തലമുറകളാ. ഈ ആലയത്തിലെ നിവേദ്യം ഭക്ഷിച്ച ഇവർ വളർന്നത്. സ്തോത്രം. ഓഫറിങ് വാങ്ങി വളർന്ന തലമുറകൾ, പ്രാർത്ഥനയുടെ ആരാധനയുടെ ശബ്ദം കേട്ട് വളർന്ന തലമുറകൾ. സ്തോത്രം. ഇവരടുത്ത കാലഘട്ടത്തിൽ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യാൻ സാധ്യതയുള്ളവരാ. ഇസ്രായേലിന് വേണ്ടി മീഡിയേഷൻ പ്രയർ നടത്തേണ്ടവരാ, പുരോഹിതന്മാരാകേണ്ടവരാ. ഇവരെന്നാ ചെയ്യുന്നത്? സ്തോത്രം, ജനം കൊണ്ടുവരുന്ന സ്തോത്രം യാഗമൃഗത്തെ അത് തീക്കകത്ത് ഒരു പാതി വെന്ത് വരുമ്പോൾ ഇവന്മാരിത് മുപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കും. ജനത്തിന്റെ സ്തോത്രം പ്രാർത്ഥനയെ ഇവർ അപഹരിക്കാൻ തുടങ്ങി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ആലയത്തിന് പുറത്ത് അവർ പാപം ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. സ്തോത്രം. ഇങ്ങനെ ദൈവാലയത്തിനകത്ത് അശുദ്ധി വ്യാപരിക്കുമ്പോൾ ഇതേ ആലയത്തിനകത്ത് ഒരുത്തൻ വളരുക. അവന്റെ പേര് സാമുവേൽ എന്നാ. സാമുവേലിനെ കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, ഏലി പുരോഹിതൻ തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ശമൂവേൽ ബാലനോ ദൈവത്തിന്റെ ആലയത്തിൽ സ്തോത്രം യഹോവയുടെ പെട്ടകത്തിനരികിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പ് അതിനരികെ പോയി കിടന്നുറങ്ങി.
ഹല്ലേലൂയ. അടുത്ത മിനിസ്റ്റർ ചെയ്യേണ്ടവന്മാര് യാഗപീഠത്തിനകത്ത് ഈ മാംസത്തെ മുപ്പല്ലി വെച്ച് കുത്തിയെടുക്കുമ്പോൾ ഹല്ലേലൂയ ഒരമ്മ പ്രാർത്ഥിച്ചു വാങ്ങിച്ച കുഞ്ഞ് ദൈവാലയത്തിനകത്ത് കിടന്നുറങ്ങുക. ഹല്ലേലൂയ. ഈ ഉണർവിന്റെ അടുത്ത നിയോഗത്തെ ഈ തീപ്പന്തം പിടിക്കേണ്ടവന്മാര് സ്തോത്രം അരുതാത്തത് ചെയ്യുമ്പോൾ ഒരു സാധ്യതയില്ലാത്ത ഒരുത്തൻ തന്റെ കത്തി നിൽക്കുന്ന വിളക്കിനരികിൽ കിടന്നുറങ്ങുക. എന്തോ ദൈവനോട് അങ്ങനെ പറയുന്ന വെച്ചാ ഉണർവിന്റെ മുമ്പിൽ കയറി വരാൻ സാധ്യതയുള്ള പലതിനെ മാറ്റി നിർത്തിയിട്ട് ഒരു സാധ്യതയുമില്ലാത്ത ചിലതിനെ ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പുറത്തെടുക്കൂ. അങ്ങനെ ഒരു നിയോഗം ഈ രാജ്യത്ത് വെളിപ്പെട്ട് വരുമ്പോൾ എന്റെ സഭയിൽ ആ ഒരു ചലനം വെളിപ്പെടുമെന്ന് ആത്മാവിൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കർത്താവിന് ആരാധന കൊടുത്തു. പാതി വെന്ത യാഗമൃഗത്തിന്റെ മാംസത്തെ മുപ്പല്ലിക്ക് കുത്തിയെടുത്ത് സ്വന്തം ആഹാരമാക്കുന്ന ഒരു തലമുറ ആലയത്തിനകത്ത് വളരുമ്പോൾ അതേ ആലയത്തിനകത്ത് തന്നെ സാന്നിധ്യത്തിനകത്ത് കർത്താവ് ഒരു ജനറേഷനെ വളർത്തുക. സാന്നിധ്യത്തിനകത്ത് ഒരുത്തൻ വളരുക. അവനോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. അടുത്തൊരു കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ഒഫീഷ്യൽ പ്രവാചകനായി ദൈവ സാന്നിധ്യത്തെ ഓണർ ചെയ്യണം. മസേഖോ മഹാൻറ്റി ഫി മസിയ യാ ഫി മസിഹനിയതെ. 7 ദീപങ്ങളാൽ കത്തി നിൽക്കുന്ന മിനോറയുടെ അരികിൽ ഇവൻ ഉറങ്ങി തുടങ്ങും. ഇവന് വെളിച്ചമുണ്ടേലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. സാധാരണ എല്ലാവർക്കും ഉറങ്ങണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം. പക്ഷെ സാമുവേൽ പറയും എനിക്ക് ഉറങ്ങണമെങ്കിൽ വെളിച്ചം വേണം. ഇടിച്ചെടുത്ത ഒലിവിന്റെ തെളിവുള്ള എണ്ണ കൊണ്ട് കത്തി നിൽക്കുന്ന കവരവിളക്കിന് കീഴിൽ ഒരുവൻ കിടന്നുറങ്ങുക. അവൻ ദൈവശബ്ദം കേൾക്കും. ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാ, യഹോവയുടെ ശബ്ദം കേൾക്കുന്നവൻ. രക്തത്താൽ ജയം. അപ്പൊ ഈ ഫെലിസ്ത്യർ ഇത് കൊണ്ടുപോകാനുള്ള കാരണം ഇതിനകത്ത് പാപം കയറി. ഷീലോവിലെ ടാബർനാക്കിളിനകത്ത്, മിഷൻ ക്വാർട്ടേഴ്സിനകത്ത് ഏലി പുരോഹിതന്റെ മക്കളുടെ മേൽ പാപത്തിന്റെ ഇച്ഛാശക്തി പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖം തിരിഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ മരുമക്കളിൽ ഒരാൾക്കത് പിടികിട്ടി. അവൾ പ്രാണവേദനയ്ക്കകത്ത് പറയുകയാ, പെട്ടകം പിടിപെട്ടു പോയത് കൊണ്ട് മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയെന്ന് പറഞ്ഞ കുഞ്ഞിനെ അവൾ ഈക്കാബോധ് എന്ന് പേരിട്ടു. ഏലിക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തത് മരുമകൾ സെൻസ് ചെയ്തെന്ന്. രക്തത്താൽ ജയം. അവിടുത്തെ മറ്റ് സീനിയറായിട്ടുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് സ്തോത്ര ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന വേദനയ്ക്കകത്തൊരു സഹോദരി തിരിച്ചറിഞ്ഞു. ദേശത്ത് സംഭവിക്കുന്ന വിപത്തിനെ നിങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ അടുത്ത തലമുറ കൈവിട്ടു പോകുന്നത് എത്ര പേര് കാണുന്നുണ്ട്? അടുത്ത തലമുറ മഹത്വത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എത്ര പേര് കാണുന്നുണ്ട്? അങ്ങനെ കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയാൻ തയ്യാറാണെങ്കിൽ നിന്റെ വീടിനകത്ത് കൂട്ട നിലവിളി വഴി മാറാൻ പോകുകയാ. വീടിനകത്ത് ആഹാരം കുറഞ്ഞാൽ നിങ്ങൾ കരയരുത്. 1 മാസത്തെ EMI 1-2 മാസത്തെ റെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കരയരുത്. അവിടെ വിശ്വാസം അപ്ലൈ ചെയ്യണം. പക്ഷേ നിന്റെ കുഞ്ഞിന്റെ സ്പിരിച്വൽ ടെമ്പറേച്ചർ താന്നാൽ, നിങ്ങളുടെ തലമുറയുടെ സ്പിരിച്വൽ ടെമ്പറേച്ചർ താന്നാൽ, കുഞ്ഞിന്റെ ആത്മമണ്ഡലത്തിലെ ഗ്രാഫ് താന്നാൽ, അവിടെ അപ്പന്റെ കണ്ണ് നനയണോ? അവിടെ അമ്മയുടെ കണ്ണ് നനയണോ? എന്റെ കുഞ്ഞിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവിനെ പകരണമേ. അവന്റെ സ്പിരിച്വൽ ടെമ്പറേച്ചറിനെ ഒന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ എന്താ ഈ ഗ്ലോറി ഇറങ്ങിയുള്ള പ്രത്യേകത? എന്താ? നിന്റെ സ്പിരിച്വൽ ടെമ്പറേച്ചർ വർദ്ധിക്കൂ. നിന്റെ പ്രയർ ലൈഫ് വർദ്ധിക്കൂ. നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിക്കൂ. നിന്റെ ആലയത്തോടുള്ള കമ്മിറ്റ്മെന്റ് വർദ്ധിക്കൂ. ഒന്നിലും ഒരു കാലത്തും താണുപോകാതെ വണ്ണം. രക്തത്താൽ ജയം. വീടിനകത്ത് ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയാൽ അവിടെ കരയണം. നിങ്ങളുടെ മക്കൾ ഒരു ദിവസം ബൈബിൾ റീഡ് ചെയ്തില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ കണ്ണ് നനയണം. ഗ്ലോറി ടു ജീസസ്. ദൈവഗ്രഹത്തിനകത്ത് പാപം തുടങ്ങിയിരിക്കുക. ഏലി ഇത് സെൻസ് ചെയ്തില്ല, പക്ഷെ മരുമകൾ ഇത് തിരിച്ചറിഞ്ഞു. പെട്ടകം പോകുന്ന കണ്ടപ്പോൾ അവള് പറയാം എന്റെ കൊച്ചു ഈക്കാബോധ. ദൈവത്തോട് ഉടമ്പടി ചെയ്യുക. മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുക. നമ്മുടെ തലമുറകളെ ദൈവ സാന്നിധ്യത്തിനകത്ത് വളർത്താൻ. രക്തത്താൽ ജയം. ഒരിക്കലും കുന്നംകുളം, തൃശ്ശൂരിനും കോഴിക്കോടിനും മധ്യ കുന്നംകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കുന്നംകുളത്ത് ഒരു ചർച്ചയിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയോ, രാവിലെ 10 മണി കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങി. ആ യോഗം, ആ സെഷൻ തീരുന്നത് രാത്രി 10 മണിക്കാണ്. 2 സെഷൻ മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ സാന്നിധ്യം മീറ്റിങ്ങിനെ കൊണ്ടുപോയി. ഇങ്ങനെ പ്രസംഗിക്കുന്നതിനിടയിൽ വലിയ ചലനങ്ങൾ നടക്കുന്നു. ഇപ്പൊ രാത്രി യോഗത്തിൽ ഇങ്ങനെ മൂവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ആരാധനയാണ്. പക്ഷെ അതിനകത്ത് ഒരമ്മ, ഒരു സ്ത്രീ, ഇവർ ദൈവ സാന്നിധ്യത്തെ അലക്ഷ്യമായി കണ്ടു. ഇത് ഗൗരവമാണ്. എനിക്കത് കഴിഞ്ഞ് പേടിയാ. എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഞാൻ അങ്ങനെ കയറിയത്തുള്ളൂ.
ദൈവ സാന്നിധ്യത്തെ ഇവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ സാന്നിധ്യത്തിനകത്തിരിക്കാൻ. സ്തോത്രം. 5-10 മിനിറ്റ് മീറ്റിംഗ് യോഗം മുമ്പോട്ട് പോയാലും ഇതിനകത്ത് ഇരിക്കാൻ അവർക്ക് എന്തോ ബുദ്ധിമുട്ട്. ഇവരിങ്ങനെ നമുക്കത് മനസ്സിലാവുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് സങ്കടം വന്നു. കാരണം പ്രസൻസിനെ അല്ലേ, സാന്നിധ്യത്തെ അല്ലേ ഇവർ എതിർക്കുന്നത്. സംഭവിച്ചതെന്നാണെന്നറിയാവോ? ആ മിനിറ്റിൽ ഇവരുടെ കുഞ്ഞ് വീടിനകത്താ മോൻ, അവൻ +2 പഠിക്കുക, നന്നായിട്ട് പഠിക്കുന്നവനാ, ചർച്ചിനകത്തൊക്കെ ആക്റ്റീവ് ആവും. ഞാൻ പോകുമ്പോഴെല്ലാം ചർച്ചിൽ മുൻനിര തന്നെ ഇവനുണ്ട്, നന്നായിട്ട് റിസീവ് ചെയ്യും, ആരാധിക്കും. പക്ഷെ അമ്മ സാന്നിധ്യത്തിനകത്ത് അലക്ഷ്യമായിരുന്ന ആ മിനിറ്റിൽ സാത്താൻ കൊച്ചിനെ കയറി തൊട്ടു. ഇവൻ ചുമ്മാ ടെറസിൻ്റെ മണ്ടേ കയറി. എന്തിനാ കയറിയെന്ന് അവനും അറിയത്തില്ല. ടെറസിൻ്റെ മണ്ടേ കയറി രാത്രി അവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു ബ്ലേഡ് കിടന്ന് ഇവനെ കൊണ്ട് പിശാച് ചെയ്യിപ്പിക്കുക. ആ ബ്ലേഡ് എടുത്ത് വെയിനും കട്ട് ചെയ്തു. അമ്മ അറിയുന്നില്ല. ഇവര് യോഗമെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കൊച്ചിനെ കാണുന്നില്ല. അപ്പം ടെറസിലേക്ക് കയറുന്ന സ്റ്റെയറിൻ്റെ അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ വെട്ടം കണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ബോധമില്ലാതെ കുഞ്ഞ് കിടക്കുക. സ്തോത്രം. ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പ് 15 മിനിറ്റ് ഇരിക്കാൻ മടിയായിരുന്നു. പക്ഷെ അടുത്ത 3-4 ദിവസം കുന്നംകുളം മിഷൻ ഹോസ്പിറ്റലിൻ്റെ ICUവിൻ്റെ മുമ്പിൽ ഉറങ്ങാതിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രസൻസിനകത്ത്, തുറന്ന സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് അതിനെ ബഹുമാനിച്ച് അതിനെ ആത്മതലത്തിൽ റിസീവ് ചെയ്യുന്നവർക്ക് വേണ്ടി സാന്നിധ്യം പ്രൊട്ടക്ഷനായി വെളിപ്പെട്ടു വരും. പണ്ട് സെക്കരിയാവ് പറഞ്ഞില്ലേ, എൻ്റെ ജനം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അവർക്ക് ചുറ്റും തീമതിലായിരിക്കുമെന്ന്. ആത്മസാന്നിധ്യത്തെ സ്വീകരിക്കുന്ന, ആത്മസാന്നിധ്യത്തെ അംഗീകരിക്കുന്ന തലമുറകളുടെ വീടിനകത്ത് പിശാച് കയറാതെ, ശത്രു കയറാതെ അവരെ അത്ഭുതകരമായി സംരക്ഷിക്കുന്ന ദൈവകൃപ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചലിപ്പിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഏലിയുടെ മക്കളെ പോലെയല്ല, ഹന്നയുടെ തലമുറയെ പോലെ എൻ്റെ കുഞ്ഞിനെ ആക്കി തീർക്കണമെന്ന് ആത്മാവിലെന്ന് പ്രാർത്ഥിച്ചേ. പോയി. അപ്പൊ ഈ സ്ത്രീക്കറിയാം പെട്ടകത്തിനകത്താ കാബോധിരിക്കുന്നത്. ഇവർക്ക് പിടികിട്ടി. ഞങ്ങളുടെ രാജ്യത്തിന്റെ കാബോധ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഗ്ലോറി, ഞങ്ങളുടെ രാജ്യത്തിന്റെ മഹത്വം ഈ പെട്ടകത്തിനകത്തായിരുന്നു. പെട്ടകം പോയപ്പം പെട്ടകം പിടിവിട്ട് പോയെന്ന് പറഞ്ഞാൽ പോരാ, എന്തിനാ ഈ കാബോധ് മഹത്വം പോയെന്ന് പറഞ്ഞേ? ഏലിയുടെ മരുമകൾക്ക് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. ഖദിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞ യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മീതെയാ ഗ്ലോറി ഇറങ്ങിയിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ മടക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പണ്ടത്തെ കാലം പോലത്തെ ഒരു അനുഭവത്തെ കർത്താവ് നൽകി തരാൻ പോകയാ. ഇന്നലകളിലെ പ്രെയർ ലൈഫിനെ ദൈവം തരാൻ പോകയാ. ഇന്നലകളിലെ ദൈവമായിട്ടുള്ള ബന്ധത്തെ കർത്താവ് മടക്കി തരാൻ പോകയാ. യേശുവിന്റെ നാമത്തിൽ ജയം. ഇനി ശ്രദ്ധിക്കണം, ഈ പെട്ടകം പോകുന്നിടത്തെല്ലാം വലിയ ചലനം നടക്കാൻ തുടങ്ങി. സത്യത്തിൽ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഏലിയുടെ മക്കൾ ചെയ്ത പാപം, അതിൻ്റെ പരിണിത ഫലമാണ് പെട്ടകം ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടതെങ്കിലും ആ പെട്ടകത്തെ കൊണ്ട് കർത്താവ് ചിലത് ചെയ്തു. സ്തോത്രം. ഇവർ ഈ പെട്ടകം കൊണ്ടുപോകുന്ന വഴിയെല്ലാം ദൈവമഹത്വം ചലിച്ചില്ലേ? സ്തോത്രം. അസ്തോദിൽ ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് കൊണ്ടുവച്ചു. പിറ്റേ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ദാഗോന്റെ വിഗ്രഹം ഒടിഞ്ഞ് താഴെ കിടന്നില്ലേ? സ്തോത്രം. ഭയങ്കര തലയെടുപ്പോടെ ഉയർന്നു നിന്നവൻ പെട്ടകത്തിന്റെ മുമ്പിൽ ഒടിഞ്ഞ് താഴെ പോയില്ലേ? അത് എക്രോനി കൊണ്ടുപോയി, ഗത്തി കൊണ്ടുപോയി, ചെന്നെടുത്തെല്ലാം മാരക രോഗം പിടിപെട്ടില്ലേ? വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല. ഒടുവിൽ ഇവന്മാർക്ക് പിടികിട്ടി, ഈ പെട്ടകം ഞങ്ങളുടെ കൈ വെച്ചാൽ ഞങ്ങൾക്കത് ദോഷമാണ്. സംഭവം എന്നാണെന്നറിയാമോ? ഈ ഇസ്രായേൽ മക്കൾക്ക് യുദ്ധത്തിൽ എബനേസർ വരെ വരാൻ പറ്റത്തുള്ളൂ. യുദ്ധത്തിന്റെ നിയമമുണ്ട്. എബനേസറിൽ കൊണ്ട് യഹോവയുടെ പെട്ടകം വെച്ചേക്കുക. ഇതിനപ്പുറം ഫെലിസ്ത്യരാ, ഇതിനിപ്പുറം ഇസ്രായേൽ മക്കളാ. സ്തോത്രം. ഇവർക്ക് ഈ ബൗണ്ടറിക്ക് അപ്പുറം കയറാൻ പറ്റത്തില്ല. സ്തോത്രം. ശത്രു ഇത് പിടിച്ചോണ്ട് പോകുമ്പോൾ ശത്രുവിന്റെ ധാരണ എന്നാണെന്നറിയാമോ? ഞങ്ങൾ ഇസ്രായേലിനെ തോൽപ്പിച്ചെന്നാ. പക്ഷെ ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. ഈ ബൗണ്ടറിക്ക് അപ്പുറം ജനത്തിന് കയറാൻ പറ്റത്തില്ല. പക്ഷെ ജനത്തിന് കയറാൻ പറ്റാത്തൊരു പെട്ടകം കയറാൻ പോവുക. നിങ്ങൾക്ക് പ്രവേശനമില്ലാത്തിടത്തേക്ക് നിങ്ങൾക്ക് ബൗണ്ടറി ഇട്ട ബൗണ്ടറിയെ പൊട്ടിച്ചോണ്ട് ഇന്ന് പകലിൽ മഹത്വം ചലിക്കാൻ പോകയാ. ഇവിടുത്തെ അപ്പാർട്ട്മെന്റുകളിൽ, ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകളിൽ, ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ, ഇവിടുത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ, ഇവിടുത്തെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ ബിൽഡിങ്ങുകളുടെ അകത്ത് നിനക്ക് പ്രവേശനമില്ലാത്തിടത്ത് ദൈവത്തിന്റെ മഹത്വം
ശമൂവേല് പറയും, എനിക്ക് എബനേസർ വരെ യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്തടുത്ത് എനിക്ക് വേണ്ടി കടന്ന് യുദ്ധം ചെയ്യുന്ന ഒരു മഹത്വമുണ്ട്. ദൂതിത ദൈവസഭയ്ക്ക് വേണ്ടി മഹത്വം ഇറങ്ങി യുദ്ധം ചെയ്യാൻ പോകയാ. ദൈവസഭയ്ക്ക് വേണ്ടി മഹത്വം പരിധികളെയും പരിമിതികളെയും പൊട്ടിക്കാൻ പോകയാ. വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ നന്നായി കരമടിച്ച് നിങ്ങളുടെ പരിധിക്കപ്പുറം പരിധികളെയും പരിമിതികളെയും പൊട്ടിച്ച് ചലിക്കാൻ കഴിയുന്ന ഒരു മഹത്വമുണ്ട്. അത് യഹോവയുടെ പെട്ടകത്തിന്റെ മഹത്വമാ. നിനക്ക് എൻട്രി ഇല്ലാത്തടുത്ത്, നിനക്ക് നോ എൻട്രി ബോർഡുള്ളടുത്ത് അതിനെ പൊട്ടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ചലിക്കാൻ കഴിയുന്ന യേശുവിന്റെ നാമത്തിൽ PMG ഫാമിലിക്ക് വേണ്ടി ഇന്ന് പകൽ മഹത്വം UK-യിൽ ഇറങ്ങുന്നു, ഇന്ന് പകൽ മഹത്വം US-ൽ ഇറങ്ങുന്നു, ഇന്ന് പകൽ ഈ മഹത്വം മിഡിൽ ഈസ്റ്റിനകത്ത് ഇറങ്ങുന്നു. രാജ്യത്തിന്റെ തെരുവുകളിൽ, രാജ്യത്തിന്റെ തെരുക്കോണുകളിൽ ഈ മഹത്വം നമുക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. ആ എംബസിയുടെ ഓഫീസിനകത്ത് ഗ്ലോറി നിനക്ക് വേണ്ടി കയറാൻ പോവാ. Glory to God. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? മഹത്വം ചലിക്കാൻ തുടങ്ങി. എബനേസറിനപ്പുറം ജനത്തിന് ചലിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം പറയും, നിങ്ങൾക്ക് എൻട്രി ഇല്ലാത്തത് ഞാൻ കയറും. പെട്ടകം കയറി ചെന്നത് ഫെലിസ്ത്യർക്ക് ശക്തി കൊടുക്കുന്ന അവരുടെ സ്ട്രോങ് ഹോൾഡിനകത്തേക്കല്ലേ, ദാഗോന്റെ ക്ഷേത്രത്തിനകത്തേക്ക് പെട്ടകം കയറി ചെന്നില്ലേ? സ്തോത്രം. ശമൂവേലേ, നീ എബനേസറിന് ഇപ്പുറം പരാജയപ്പെടുമ്പോൾ നിന്നെ പരാജയപ്പെടുത്താൻ ഫെലിസ്ത്യർക്ക് ശക്തി കൊടുത്ത ഒരു ദാഗോന്റെ ക്ഷേത്രമുണ്ട്. അവന്റെ കൂടിനകത്തേക്ക് മഹത്വം കയറി ചെല്ലാൻ പോകുന്നത്, അവന്റെ സ്ട്രോങ് ഹോൾഡിനകത്തേക്ക് മഹത്വം കയറി ചെല്ലാൻ പോകുന്നത്. ആരാധിക്കുന്ന മാതാവ്, പിതാവേ, നിങ്ങളുടെ വീടിനകത്ത് ഒന്നിനു പുറകെ ഓരോന്നായി അനർത്ഥങ്ങളെ കൊണ്ടുവരുന്ന, ശത്രുവിന് ശക്തി കൊടുക്കുന്ന അവന്റെ സ്ട്രോങ് ഹോൾഡുകളുടെ അകത്തേക്ക് ഇന്ന് പകൽ മഹത്വം ചലിക്കാൻ പോകുകയാ. ഇന്ന് പകൽ മഹത്വം ചലിക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ മഹത്വം പട്ടണത്തെ പിടിക്കാൻ പോവാ. ഞാൻ കേൾക്കുന്ന ഒരു വാചകവാദ, ഗ്ലോറി സിറ്റിയെ ഹൈജാക്ക് ചെയ്യാൻ പോവാ. ഇവിടെ വെളിപ്പെട്ട് വരുന്ന ഗ്ലോറി ഡൽഹി സിറ്റിയെ ഹൈജാക്ക് ചെയ്യാൻ പോവാ. ജനത്തെ ഇതിനകത്തേക്ക് വലിച്ചു കൊണ്ടുവരാൻ, യൗവനക്കാരെ ഇതിനകത്ത് വലിച്ചു കൊണ്ടുവരുവാൻ, പാപത്തിന്റെ രാഗമോഹങ്ങളുടെ അകത്ത് രസിക്കുന്ന ഒരു വലിയ കൂട്ടം തലമുറയെ ദൈവസഭയ്ക്കകത്തേക്ക് വലിച്ചു കൊണ്ടുവരുവാൻ മഹത്വം പട്ടണത്തെ ഹൈജാക്ക് ചെയ്യുന്ന പകലാക്കി അസ്തോദിൽ അവന്റെ ക്ഷേത്രത്തിനകത്ത് കയറി ചെന്ന് ദൈവസഭ ജനം ഇങ്ങോട്ട് കയറി വരാതെ വണ്ണ് വരുന്ന വഴിയിലിട്ട് അവരെ തടയുന്ന, വരുന്ന വഴിയിൽ അവരെ ദിശ മാറ്റി വിടുന്ന, ആലയത്തിനകത്ത് ജനം കയറാതെ വരുന്ന റൂട്ടിൽ അവരെ വഴിതിരിച്ചു വിടുന്ന, വഴിയിൽ പതിയിരിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്ത് മാറ്റുക. മഹത്വം ചിലർക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പുതിയ ഭാഷകൾ ഗ്ലോറി ഇറങ്ങി ചലിക്കാൻ തുടങ്ങിയില്ലേ? ജനത്തിന് വേണ്ടി പെട്ടകം യുദ്ധം ചെയ്യാൻ തുടങ്ങിയില്ലേ? ദൂതത ഈഖാബോദ് എന്നൊരു സ്ത്രീ അവിടെ പ്രാണവേദനയ്ക്കകത്ത് നിലവിളിച്ച് പറഞ്ഞപ്പോ യുദ്ധം ചെയ്യാൻ ഏലിയില്ല, ഏലിയുടെ മക്കളില്ല. വേണ്ട പെട്ടകം യുദ്ധം ഏറ്റെടുത്തു. മഹത്വം യുദ്ധം ഏറ്റെടുക്കാൻ പോവാ. മഹത്വം യുദ്ധം ഏറ്റെടുക്കാൻ പോകയാ. സ്തോത്രം, സ്തോത്രം. മഹത്വം നിങ്ങൾക്ക് മുമ്പായി ചലിക്കാൻ പോകയാ. അതാ വചനം എഴുതിയ, ഞാൻ നിങ്ങൾക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയോ. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഞാൻ ഇസ്രായേലിന്റെ ദൈവമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും. വിശ്വസിക്കുന്നവർ കണക്ട് ആയിക്കോ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ. അന്യഭാഷ, പുതിയ ഭാഷ, പുതിയ ഭാഷ, പുതിയ കൃപകൾ, പുതിയ കൃപാവരങ്ങൾ, പുതിയ ഭാഷകൾ, ദൈവശക്തിയുടെ അടുത്തൊരളവ്, ദൈവശക്തിയുടെ അടുത്തൊരു തലം, വഹിക്കാൻ പറ്റാത്ത ദൈവശക്തിയുടെ വ്യാപാരം, താങ്ങാൻ പറ്റാത്ത ദൈവശക്തിയുടെ വ്യാപാരം. പർവ്വതത്തിൽ ഇറങ്ങിയവൻ ചില ശരീരത്തിൽ ഇപ്പൊ ഇറങ്ങാൻ പോവാ. മോശയ്ക്ക് വേണ്ടി പർവ്വതത്തിലിറങ്ങി പർവ്വതത്തിന് താങ്ങാൻ പറ്റാത്ത മഹത്വം ഇന്ന് പകൽ ചില ശരീരങ്ങളുടെ അകത്ത് ഇറങ്ങാൻ പോകയാ. ഹോരേബിനും സീനായിക്കും ഒന്നും താങ്ങാൻ കഴിയാത്ത ദൈവത്തിന്റെ ഗ്ലോറി ബലഹീനമായ നിന്റെ ശരീരത്തിന്റെ മീതെ ഇന്ന് പകലിൽ വ്യാപരിക്കുകയാ.
ഇറങ്ങുന്നു. പർവ്വതത്തിന് വഹിക്കാൻ പറ്റാത്തത് ശരീരത്തിൽ ഇറങ്ങുന്നു. സീനായിക്ക് താങ്ങാൻ പറ്റാത്ത, ഹോരേബിന് താങ്ങാൻ പറ്റാത്ത ദൈവത്തിന്റെ ഗ്ലോറി പർവ്വതത്തിൽ ഇറങ്ങിയവൻ നിന്റെ ശരീരത്തിൽ ഇറങ്ങുക. എടുത്തെറിയുന്ന ദൈവശക്തി കറണ്ട് കയറി ഇറങ്ങുന്നത് പോലെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവശക്തിയുടെ വ്യാപാരം ആരാധിക്കുന്ന ദൈവവേദിലും നിന്നെ കൊണ്ട് നിന്റെ സഭയെ നിറയ്ക്കാൻ, നിന്നെ കൊണ്ട് നിന്റെ ചർച്ചിനെ അനുഗ്രഹിക്കാൻ, നിന്റെ മേലെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരിക. ദൈവസഭയ്ക്കുള്ള പ്രവചന ദൂതുകൾ ചിലരുടെ മീതെ വെളിപ്പെട്ട് വരട്ടെ. ദൈവസഭയ്ക്കുള്ള പ്രവചന ദൂതുകൾ ചിലരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയോ. പിശാചേ നീ എത്ര തകർത്താലോ, പിശാചേ നീ എത്ര ചതറിച്ചാലോ, പിശാചേ നീ എത്ര പൊളിച്ചെന്ന് പറഞ്ഞാലോ, ഞാൻ എന്റെ സഭയെ പണിയോ. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ലെന്ന് പറഞ്ഞ സഭയുടെ ഉടയവൻ മഹത്വം ഇറങ്ങിയാൽ നിന്റെ വായി തുറക്കും. മഹത്വം ഇറങ്ങിയാൽ നിന്റെ പ്രൊഫറ്റിക് ഐ ഓപ്പൺ ആകും. മഹത്വം ഇറങ്ങിയാൽ നിന്റെ വോക്കൽ കോഡ് തുറക്കും. മഹത്വം ഇറങ്ങിയാൽ ആർക്കും വെളിപ്പെട്ട് വരാത്തത് നിന്റെ മേൽ വെളിപ്പെട്ട് വരും. ആ കരവ് ശബ്ദവും ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്ത്. എന്നാ ഈ ഗ്ലോറി എന്ന് പറഞ്ഞ ഏലിയുടെ മരുമകൾ പറഞ്ഞു ഈഖാബോത്ത്. ഫെലിസ്തീർ പറഞ്ഞു ദൈവം ഇറങ്ങി. ഉണ്ടോ? ജനത്തിന് ഇത് കതിരമരവും പെട്ടകവും മഹത്വവും ഒക്കെയാ. ശത്രുവിന് ഇത് ഇസ്രായേലിന്റെ ദൈവമാ. ദൈവം പാളയത്തിലിറങ്ങി, യഹോവ പാളയത്തിലിറങ്ങി. പറഞ്ഞത് ശത്രു സാമ്രാജ്യമാ. ജനത്തിന് എൻട്രി ഇല്ലാത്തടത്തെല്ലാം പെട്ടകം കയറി ചെന്നു. ദാഗോന്റെ വിഗ്രഹം ഒടിഞ്ഞ് താഴെ വീണു. ഗത്തിലും എക്രോനിലും പോയ സ്ഥലങ്ങളിലൊക്കെ മാരക രോഗം പിടിവിട്ടു. ശത്രുവിന് ഇത് നാശമാ, ജനത്തിന് ഇത് അനുഗ്രഹമാണ്. ഒടുവിൽ ഇവന്മാർക്ക് പിടികിട്ടി, ഇതിങ്ങനെ കൊണ്ടു നടന്നാൽ രാജ്യം നശിക്കും. ശത്രുവിന് പിടികിട്ടി. ഇവന്മാരിത് കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. 20 സംവത്സരം അബീനാദാബിന്റെ വീട്ടിൽ യഹോവയുടെ പെട്ടകം വരുന്നു. സീസൺ കഴിഞ്ഞു. ദാവീദ് എന്ന ദൈവമനുഷ്യൻ രാജാവ് രംഗത്ത് വന്നു. ദാവീദിന് ദൈവം നിയോഗം കൊടുക്കുക, പെട്ടകം പിടിച്ചുകൊണ്ട് വരണം. ദാവീദ് 30,000 വിരുദ്ധന്മാരുമായി പോവുക കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ. പെട്ടകം തിരിച്ചു കൊണ്ടിരുന്ന ഒരു യാത്രയുണ്ട്. സത്യത്തിൽ പെട്ടകം ചുമക്കാൻ ദൈവം കണ്ടത് പുരോഹിതന്മാരെയാ. ഇവന്മാരെല്ലാം കൂടെ ഒരു കാളയുടെ മുകളിൽ ഇത് വെച്ചു. ഇതിങ്ങനെ കൊണ്ടുവരിക. സ്തോത്രം. നാഖോന്റെ കളത്തിന്റെ അരികിലെത്തിയപ്പോൾ കാളയൊന്ന് വീരുണ്ട്. പെട്ടകം മറിഞ്ഞ് താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം ഉസ പെട്ടകത്തെ കയറിന്ന് തൊട്ടു. അബീനാദാബിന്റെ മകനാ. ഉസ ഇങ്ങനെ ഫ്രീ ആയിട്ട് കയറി തൊടാൻ കാര്യം എന്നാണെന്നറിയോ? 20 കൊല്ലം വീട്ടിൽ ഇരുന്നതാ. പക്ഷെ വീട്ടിൽ ബിഹേവ് ചെയ്ത പോലെ പുറത്ത് ബിഹേവ് ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. ഉസയുടെ പ്രാഗൽഭ്യനാണെന്നറിയോ? ഇതെന്റെ കുടുംബത്തിരുന്നതാ, വീട്ടിലിരുന്നതാ. ആ ഒരു ലാഘവത്തോടെ ഇവൻ കയറി തൊട്ടു. കർത്താവ് അവിടെ തെളിയിച്ച് കാണിച്ചു, എൻ്റെ മഹത്വത്തെ തൊടാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഉസ വീട്ടിലിരുന്നപ്പോ ഇതിന് പ്രത്യേകിച്ച് പവറില്ല. പക്ഷെ ദാവീദ് ഇതിന്റെ ചാർജ് ഏറ്റെടുത്തപ്പോ ഭയങ്കര ദൂത. ദാവീദ് പെട്ടകത്തിന്റെ ചാർജ് ഷീറ്റ് എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് കൈമേടിച്ചപ്പോ ഉണ്ടല്ലോ, ഖദിരമരത്തിന്റെ മേൽ 20 കൊല്ലം ചലിക്കാത്ത ശക്തി വെളിപ്പെട്ട് വരാൻ തുടങ്ങി. ദൂതിത PNG ഫാമിലിയുടെ മേൽ അഭിഷക്തനെ അങ്ങ് നിയോഗം ഏറ്റെടുത്തപ്പോൾ പ്രസംഗത്തിന്റെ പ്രൗഢി കൂട്ടാനോ ഇതിന്റെ ഒഴുക്കിനോ വേണ്ടി പറയുന്നതല്ല, സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ കൈമാറുകയാ. 20 കൊല്ലം ചലിക്കാതെ കടന്ന ഒരു ശക്തിയും വെളിപ്പെട്ട് വരാത്ത കതിരമരത്തിന്റെ മേൽ മഹത്വം ഇറങ്ങിയെങ്കിൽ ഈ സഭയുടെ ചാർജ് അങ്ങയുടെ മേൽ കർത്താവ് കൈമാറിയ ആ മിനിറ്റിൽ തന്നെ ഒരു പ്രത്യേക ദൈവശക്തി, ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ മീതെ പകർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തെ ഒരുത്തരും തൊടാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് അത് ഗുഡ്ഗാവി കാണാൻ പോവാ. സാഖ്യത്തിൽ അത് കാണാൻ പോവാ. വാഗ്ദത്തമുള്ളവൻ പെട്ടകത്തിന്റെ ചാർജ് ഏറ്റെടുത്ത പെട്ടകത്തിൽ ഗ്ലോറി ഇറങ്ങും. 20 കൊല്ലം വീട്ടിൽ സൂക്ഷിച്ച അബീനാദാബിന്റെ മകൻ ഇതേ പെട്ടകം നിമിത്തം മരിച്ചപ്പോ ദാവീദിന് വേണ്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പെട്ടെന്നൊരു ക്രമീകരണം. സ്തോത്രം. ഓബേദേദോമിന്റെ വീടിനകത്തേക്ക് യഹോവയുടെ പെട്ടകം പോവുക.
ഇതൊക്കെ വളരെ ദൈവിക നിയോഗത്തിലാണ് ചലിക്കുന്നത്. ഈ ഓബേദ് എന്ന വാക്കിൻ്റെ അർത്ഥം ദാസൻ എന്ന. ഇവനെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നുണ്ട്, ഏദോമിൻ്റെ ദാസൻ, ഒരു പട്ടണത്തിൻ്റെ ദാസനാ. ദാസന്റെ വീട്ടിൽ രാജാവ് വരാൻ ഒരു സാധ്യതയില്ല. ദാസനെ രാജാവിന് കാണണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കും. അതിന് പ്രോട്ടോകോൾ ഉണ്ട്. പെർമിഷൻ വാങ്ങി അപ്പോയിൻമെൻ്റ് എടുത്ത് ആ ടൈമിൽ പോയി രാജാവിനെ കാണണം. രാജാവിൻ്റെ മുമ്പിൽ തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കണം. സ്തോത്രം. പക്ഷേ ഈ ഓബേദേദോമിനോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. മഹത്വം നിന്നെ ടാർഗറ്റ് ചെയ്താൽ നിന്റെ വീടിനകത്ത് രാജാവ് വരും. ഞാനിന്ന് ദൈവസഭയോട് ദൂത് പറയുകയാ, നിങ്ങളെ മഹത്വം ടാർഗറ്റ് ചെയ്താൽ നിന്റെ വീടിൻ്റെ ഡോർ തുറക്കുമ്പോൾ നീ അത്ഭുതം കാണാൻ പോകുകയാ. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പാടിയത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ. മഹത്വം നിങ്ങളെ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീടിനകത്തേക്ക് സർവശക്തനാകുന്ന ദൈവത്തിന്റെ മഹത്വം ഓബേദേദോമിന്റെ വീടിനകത്തേക്ക് ഇസ്രായേലിന്റെ രാജാവാണ് വന്നതെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വീടിനകത്തേക്ക് രാജാദി രാജാവും കർത്താദി കർത്താവുമായ രാജാക്കന്മാരുടെ രാജാവായ സ്വർഗത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന സർവശക്തനാകുന്ന ദൈവം നിന്റെ വീടിനകത്തേക്ക് ഇന്ന് പ്രവേശിക്കാൻ പോകുകയാ. ഇന്ന് നിന്റെ ഹൃദയത്തിന്റെ വാതിലിനെ തുറന്നാൽ, ദാസന്റെ വീടല്ലേ, സൗകര്യം കുറവായിരിക്കും. ഓബേദേദോമും മക്കളും കുടുംബവും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരിമിതമായൊരു സാഹചര്യം. ഒരു പക്ഷേ 1 റൂം കിച്ചൺ സെറ്റ് ആയിരിക്കും. സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങുമ്പോൾ ദാണ്ടേ ഒരാൾ ഡോറെ വന്ന് തട്ടുന്നു. ആ വീടിൻ്റെ പിക്ചർ ഞാൻ ചിന്തിക്കുക, ചോർന്നൊലിക്കുന്ന വീടായിരിക്കും, എടുത്തു മാറ്റി വെക്കുന്ന കഥകായിരിക്കും. ഒരു മഴ പെയ്ത വീടിനകത്ത് വെള്ളമായിരിക്കും. സ്തോത്രം. കണ്ടോ, ഒത്തിരി പരിമിതി, പട്ടിണിയാ, ശൂന്യതയാ. സ്തോത്രം. എങ്കിലും ഓബേദേദോം പറഞ്ഞൊരു വാക്ക് എന്നെ ചിന്തിപ്പിക്കുക. സ്തോത്രം. യജമാനനെ പെട്ടകം അകത്തോട്ട് വെച്ചോ, ഞാനും മക്കളും വേണേ പുറത്തു കിടന്നോളാം. പെട്ടകം അകത്തോട്ട് വെച്ചോളാൻ ഒരപ്പൻ പറഞ്ഞപ്പോൾ 3 മാസം കൊണ്ട് ഓബേദേദോമിനെയും അവന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചുവെങ്കിൽ പെട്ടകത്തിന് സ്ഥാനം കൊടുത്ത ചിലരെന്നെ കേൾക്കുന്നുണ്ട്. ഇന്നിന്റെ തലമുറയോട് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയത്തില്ല. ഇതിനകത്തിരിക്കുന്ന അമ്മമാരോട്, ഇതിനകത്തിരിക്കുന്ന ചില പിതാക്കന്മാരോട് ചോദിച്ചാൽ പറയോ, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചത് എന്റെ വീടിനകത്ത് പെട്ടകം കയറി വന്നത് കൊണ്ടാ. എന്റെ തലമുറകൾ ഇന്ന് നന്മ അനുഭവിക്കുന്നത് എന്റെ വീടിനകത്ത് പെട്ടകം കയറി വന്നത് കൊണ്ടാ. ചോർന്നൊലിക്കുന്ന പരിമിതമാകുന്ന ഒരു വീടിനകത്ത് യഹോവയുടെ നിയമപ്പെട്ടകം കയറി വന്നപ്പോൾ ദൈവത്തിന്റെ ആരാധന വെളിപ്പെട്ടത് കൊണ്ടാ ഇന്ന് കാണുന്നതൊക്കെ ദൈവം എനിക്ക് തന്നതെന്ന് അത് ബോധ്യമാകുന്നവർക്കാരാം ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞു. ജീസസ്, ഹല്ലേലൂയ. ആ വീടിനെ അനുഗ്രഹിച്ചു. പിന്നത്തേതിൽ അത് ദാവീദിന്റെ ഗ്രഹത്തിലേക്ക് വരികയാ. വർഷങ്ങൾ കഴിഞ്ഞു. ദാവീദ് രാജാവിന്റെ വീടിനകത്തേക്ക് നാഥാൻ പ്രവാചകൻ വന്ന ഒറ്റ ദൂത്, നീ നിന്റെ പിതാക്കന്മാരോടുകൂടെ നിദ്ര കൊള്ളുമ്പോൾ നിന്റെ ഉദരത്തിൽ നിന്ന് വന്ന തലമുറയെയും നിനക്ക് തുടർച്ചയായിട്ട് ഞാൻ അവനെ ഉറപ്പിക്കും. അവൻ രാജാവാകും, അവന്റെ രാജത്വത്തെ ഞാൻ ഉറപ്പിക്കും. അവൻ എൻ്റെ നാമത്തിനൊരാലയം പണിയും. കണ്ടോ, ദൂത് പറഞ്ഞത് നാഥാൻ, ദൂത് കേട്ടത് ദാവീദ്, ദൂതിനു വേണ്ടി സ്റ്റെപ്പ് എടുത്തത് മകൻ. പപ്പ കേട്ട ദൈവശബ്ദത്തിന് വേണ്ടി മകൻ ചുവടുവെച്ചു. ദൈവാലയത്തിന്റെ ഫൗണ്ടേഷന്റെ പണി കഴിഞ്ഞു. അതിൻ്റെ മീതെ പണിയാനുള്ള മരം അത് ലെബനോനിൽ അധിക്കുന്നത്. സോർ രാജാവാകുന്ന ഹൂരാമിനോട് ദൈവം ഇടപെട്ടില്ലേ? ലെബനോനിൽ നിൽക്കുന്ന ദേവദാരു മരത്തെ മുറിച്ച് കടൽ വഴിയായി ചെങ്ങാടം കെട്ടി എത്തിച്ചു കൊടുക്കാൻ ദൈവത്തിന് കൃപ തോന്നിയില്ലേ? അപ്പൊ ഈ ഈക്കാബോധ് തിരിച്ചു വരുന്ന വരവ് കണ്ടോ? ഏലിയുടെ മരുമകൾ പറഞ്ഞു, കാബോധ് നഷ്ടപ്പെട്ടു, ഗ്ലോറി പോയി. പക്ഷെ ദാവീദ് പറയും, ആ ഗ്ലോറിയെ ഞാൻ തിരിച്ചു പിടിച്ചു, കാബോധാക്കി കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നു. അടുത്ത തലമുറ ശലോമോൻ പറയും, ആ ഗ്ലോറിയെ ഞാൻ ആലയത്തിന്റെ അകത്താക്കും. ആലയം പണി കഴിഞ്ഞു. ദൈവാലയത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞ് സത്യത്തിൽ അതിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ ഈ ശലോമോൻ രാജാവ് ദൈവസന്നിധി പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തതിനെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ച ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എല്ലാം മനസ്സിലായോ? വായ് കൊണ്ട് പറഞ്ഞതിനെ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നൊരു ദൈവം. ഈ 7 ദിവസം പല സെഷനുകളിൽ പലരിലൂടെ ദൈവം വായ് കൊണ്ട് പറഞ്ഞതിനെ നമുക്ക് വേണ്ടി കരം കൊണ്ട് പ്രവർത്തിക്കാൻ പോകയാ. ഗ്ലോറി ടു ജീസസ്. ആലയത്തിന്റെ മനോഹരത കണ്ടപ്പോൾ ശലോമോൻ അത് പറയാതിരിക്കാൻ പറ്റിയില്ല. എൻ്റെ പിതാവിനോട് വായ് കൊണ്ട് പറഞ്ഞത് എനിക്ക് വേണ്ടി കൈകൊണ്ട് പ്രവർത്തിച്ചു. എൻ്റെ ആലയത്തിന്റെ സമർപ്പണ ശുശ്രൂഷ നടക്കുമ്പോൾ പെട്ടെന്നൊരു കൊയർ അവിടെ സെറ്റായി. ലീഡർ ആസഫ.
ആസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷിപ്പ് ടീം പെട്ടെന്ന് സജ്ജമായി. സത്യത്തിൽ അവർ പാട്ടല്ല പാടുന്നത്, അവരൊരു കോറസ് പാടുക. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ജെറുസലേം ദേവാലയത്തിൽ പണി കഴിപ്പിച്ച ആലയത്തിൽ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം ഇരിക്കുമ്പോൾ അതിൻ്റെ മുൻപിലെ ആ തിരശീലയോട് ചേർന്ന് ഏകദേശം 70 പുരോഹിതന്മാർ നിരന്നു നിന്നുകൊണ്ട് ശുശ്രൂഷിക്കാൻ നിൽക്കുക. അതിൻ്റെ ഒരു ഭാഗത്ത് ആസഫിൻ്റെ നേതൃത്വത്തിൽ ഒരു കോറസ് പാടി തുടങ്ങിയപ്പോൾ വചനം ഇങ്ങനെ എഴുതി: പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം മേഘം പോലെ ഇറങ്ങി വന്നു. പണ്ട് ശീലോവിലെ സമാഗമന കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മഹത്വം ശലോമോന്റെ കാലഘട്ടത്തിൽ ദൈവാലയത്തിനകത്തേക്ക് മടങ്ങി വന്നില്ലേ? എന്തോ ഞാൻ ഈ സഭയോടൊരു പ്രവചന ശബ്ദം കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കൈമാറുകയാ. ഇന്നലകളിൽ ഇറങ്ങിപ്പോയ മഹത്വത്തെ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ മടക്കി തരാൻ പോകുകയാ. കഴിഞ്ഞ തലമുറയുടെ കാലഘട്ടത്തിൽ ഇറങ്ങിപ്പോയ ദൈവത്തിന്റെ ഗ്ലോറി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വായി തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്തു. നമ്മുടെ മേലത് തുറന്നു വരട്ടെ, നമ്മുടെ മേലത് ശക്തിയോടെ തുറന്നു വരട്ടെ. ശലോമോന്റെ കാലത്ത് ഇറങ്ങിപ്പോയ ദൈവത്തിന്റെ ആ മഹത്വത്തിന്റെ കൈമാറ്റത്തെ, മഹത്വത്തിന്റെ മേഘങ്ങൾ. ആ കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഗ്ലോറി ക്ലൗഡ്സ് നമ്മുടെ നടുവിൽ ഇറങ്ങും. ഒരളവിൽ ഇന്ന് നമ്മുടെ നടുവിൽ അത് ചലിച്ചു കഴിഞ്ഞു. ഞാനത് ആത്മാവിൽ ഫീൽ ചെയ്തതാ. എന്തോ ഇന്നലെ മുതൽ ഇവിടുത്തെ വർഷിപ്പിന്റെ സ്പിരിച്വൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് ആത്മാവിന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. സ്തോത്ര. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാ. പാസ്റ്ററെ, അങ്ങനത്തെ വർഷിപ്പിന്റെ തലം, ഒരു വർഷിപ്പ് ജനറേഷൻ എഴുന്നേക്കാൻ പോവാ. ആരാധനയുടെ തലമുറ. ഈ യോശുവയുടെ മരണശേഷം കനാന്യരോട് ആര് യുദ്ധം ചെയ്യാൻ പോകുമെന്നൊരു ചോദ്യം ദൈവസന്നിധി വരുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്: യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി എന്നല്ലേ? അവനൊരു ആരാധനയുടെ തലമുറയല്ലേ? ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, പ്രസംഗം കൊണ്ടും പ്രബോധനം കൊണ്ടും നടക്കാത്തത് ഈ സിറ്റിക്കകത്ത് ആരാധന കൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു തലമുറ. ഞാൻ എൻ്റെ ആരാധന കൊണ്ട് പട്ടണത്തെ ഇളക്കും, ഞാൻ എൻ്റെ ആരാധന കൊണ്ട് ദേശത്തെ പിടിക്കുമെന്ന് ഹൃദയത്തിൽ ഉറപ്പുള്ളവൾ ദൈവത്തിന് നന്നായിട്ട് ആരാധന കൊടുത്തു. നിന്റെ ആരാധന വർഷിപ്പിന് ഭയങ്കര പവറാ. പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാ. ഹന്നയോട് ഏലി ചോദിക്കുമ്പോൾ ഹന്ന പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹൃദയം യഹോവയ്ക്ക് കൈമാറുക. പ്രാർത്ഥന നമ്മുടെ ഹൃദയം ദൈവത്തിന് കൈമാറുന്നതാ. വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയം നമ്മളോട് കൈമാറുന്നതാ. ആരാധന എന്നുള്ളത് നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും കൂടെ ഒന്നാകുന്നതാ. പാട്ടുപാടുമ്പോൾ കരം തട്ടിയുള്ള ഒരു ഉപരി വിപ്ലവമല്ല ആരാധന. ദൈവഹൃദയത്തോട് എൻ്റെ ഹൃദയം ഏകീഭവിക്കുന്നത് ആരാധന. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള കോറസ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 2 ദിനവൃത്താന്തം 5:14. വാവ്. മിനിസ്ട്രി ചെയ്യാൻ പറ്റാത്ത നിലയിൽ ഗ്ലോറി ഇറങ്ങി. എങ്ങനെയാ? വർഷിപ്പിനകത്ത്, പുതിയ ആലയത്തിനകത്ത് ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം മഹത്വത്തിന്റെ മേഘം ഇറങ്ങി വരാൻ തുടങ്ങി. ഞാൻ പറയുന്നു, അന്ന് ഈ കാബോദായത് ഇന്നിവിടെ കാബോദായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ വീണ്ടും പ്രവാസത്തിലേക്ക് പോകുക. ജെറുസലേമിനും മെസപ്പൊത്താമിയയ്ക്കും മധ്യേ ഇന്നലെ തൊട്ടു എസ്ര എന്ന ദൈവമനുഷ്യൻ പ്രാർത്ഥിക്കാനിരിക്കുക. എസ്രയുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്നാ? ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തണം. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സർവ്വസമ്പത്തിനും ഒരു ശുഭയാത്ര ഉണ്ടാകണം. എസ്ര 8:21 ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. 8:31 യാത്ര ആരംഭിച്ചു. നോക്കിക്കോണം, ഈ എസ്ര പ്രാർത്ഥനാ മനുഷ്യനാണ്. എസ്രയെ കുറിച്ച് ഞാൻ പറഞ്ഞു, എസ്ര ഇസ്രായേലിൽ ഒരു സ്ക്രൈബായിരുന്നു, ശാസ്ത്രിയായിരുന്നു. യഹോവയുടെ ന്യായപ്രമാണവും പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളൊക്കെ കോപ്പിറൈറ്റ് ചെയ്യാൻ, അടുത്ത തലമുറയ്ക്ക് വായിക്കാൻ ഇന്നത്തെ പോലെ പ്രിന്റിംഗ് സിസ്റ്റം ഇല്ല, സോഫ്റ്റ്വെയർ ഇല്ല. ഇത് എഴുതി കൈമാറിയാലേ അടുത്ത ആൾക്ക് കിട്ടത്തുള്ളൂ. ഇത് കൈമാറേണ്ടതിനായി ദൈവം എഴുന്നേൽപ്പിച്ച ശാസ്ത്രിമാരിൽ ഒരാളായിരുന്നു എസ്ര. പ്രവാസത്തിലേക്ക് ആളുകളെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ എസ്രയും അതിനകത്ത് പെട്ടു. പക്ഷേ തൻ്റെ
നിയോഗത്തിൽ നിന്നും പെട്ടെന്നൊരു പ്രാർത്ഥനയിലേക്ക് കയറാൻ എസ്രയ്ക്ക് കർത്താവ് പ്രേരണ കൊടുക്കുക. എസ്രയുടെ പ്രാർത്ഥന നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചില്ലേ? ഇടിഞ്ഞു കിടന്ന മതിലും കോട്ടവാതിലും പണിയുവാൻ സ്തോത്രം നെഹമ്യാവ് എഴുന്നേറ്റില്ലേ? എസ്രയുടെ പ്രാർത്ഥന സെരൂബാബേലിനെ എഴുന്നേൽപ്പിച്ചില്ലേ? തകർന്നു പോയ ജെറുസലേം ദേവാലയത്തെ വീണ്ടും പണിയാൻ. സത്യത്തിൽ അതൊരു ടീം വർക്കായിരുന്നു. എസ്ര പ്രാർത്ഥിക്കുന്നു, നെഹമ്യാവ് മതിൽ പണിയുന്നു, സെരൂബാബേൽ ആലയം പണിയുന്നു. പക്ഷെ നിങ്ങൾക്കറിയാമോ, സെരൂബാബേൽ തുടങ്ങിയ ആലയത്തിൻ്റെ റീബിൽഡാ, പുതുക്കി പണിയുക. ആലയം പണിയുന്ന ഈ നിർമ്മാണ പ്രവർത്തനം 16 വർഷം ബ്ലോക്കായി കിടന്നു. 16 വർഷം ബ്ലോക്കായി കിടക്കുമ്പോൾ ഇതിൻ്റെ നടുവിലേക്ക് 2 പ്രവാചകന്മാർ വരിക. ഒന്നാമത്തെ പ്രവാചകൻ സെക്രിയാവ് എന്ന ഒറ്റ ദൂത, സെരൂബാബേലിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. 16 കൊല്ലം ഈ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ അതിന് തടസ്സം നിന്നൊരു മണ്ഡലത്തെ ഒരൊറ്റ ദൂത് കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പൊട്ടിക്കുക. എന്തോ ദൈവാലയത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തടസ്സം നിൽക്കുന്ന മേഖലയെ ഇന്ന് ഈ ദൂതിൻ്റെ നിയോഗം കൊണ്ട് കർത്താവ് തകർത്ത് മാറ്റാൻ പോകുക. അന്ന് സെക്കറിയാവ് സെരൂബാബേലിന്റെ മുമ്പിൽ നിയോഗത്തോടെ നിന്നതുപോലെ കർത്താവ് എന്നെ ഈ പുൽപ്പിറ്റിൽ ആ നിയോഗത്തോടെ നിർത്തുക. തടസ്സം നിൽക്കുന്നതിനെ പൊട്ടിക്കാൻ, തടസ്സം നിൽക്കുന്നതിനെ തകർക്കാൻ, മുൻപിൽ നിൽക്കുന്ന പർവ്വത സമാനമാകുന്ന വിഷയത്തെ ദൈവത്താൽ ആരംഭിക്കപ്പെട്ടത് തുടങ്ങിയത് പൂർത്തീകരിക്കത്തില്ലെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോ Glory, 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 glory to God. തുടങ്ങിയത് പൂർത്തീകരിക്കാൻ ശത്രു അനുവദിക്കാതിരിക്കുമ്പോൾ പർവ്വത സമാനമാകുന്ന വിഷയത്തെ സമഭൂമിയാക്ക. ആലയത്തിന്റെ റീബിൽഡ്, അതിന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചർ നോക്കിക്കോണം. എസ്ര പ്രാർത്ഥിക്കുന്നു, നെഹമ്യാവ് മതിലും കോട്ടവാതിലും പണിയുന്നു, സെരൂബാബേൽ ആലയം പുനർനിർമ്മിക്കുന്നു. എന്നാൽ സെരൂബാബേൽ തുടങ്ങിയ പണി 16 കൊല്ലം ബ്ലോക്കായപ്പോൾ 2 പ്രവാചകന്മാരിൽ ഒന്നാമത്തെ പ്രവാചകൻ സെക്രിയാവ് എന്ന് പറഞ്ഞു, നിന്റെ മുൻപ് നിൽക്കുന്ന മഹാപർവ്വതം സമഭൂമിയാകും. 16 കൊല്ലം മുടങ്ങിക്കിടന്നത് പൂർത്തീകരിക്കപ്പെടുക. ഈ പണി പൂർത്തീകരിക്കുമ്പോൾ 2ാമത്തെ പ്രവാചകൻ വന്നു. അദ്ദേഹത്തിന് പേര് ഹഗ്ഗായി എന്ന. ഹഗ്ഗായി ദൂത് പറയാ, ഈ ആലയത്തിന്റെ പിന്നിലത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കൂ. ഈ ആലയത്തിന്റെ പിന്നിലത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കൂ. ഇന്നലെ കണ്ട ഗ്ലോറി അല്ല ഇനി വെളിപ്പെട്ട് വരാൻ പോകുന്നത്. ഇനി വെളിപ്പെട്ട് വരാൻ പോകുന്നത് ഗ്രേറ്റർ ഗ്ലോറിയാ. ഇത് ഗ്രേറ്റർ ഗ്ലോറിയുടെ സീസണാ. തിരിച്ചറിയുന്ന ദൈവമക്കൾ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു ഒരു ഗ്രേറ്റർ ഗ്ലോറിയുടെ കാലഘട്ടത്തെ. സ്വീകരിക്ക ആത്മതലത്തിൽ അതിനെ സ്വീകരിക്ക. വിശ്വസിക്കുന്നവരുടെ മീതെ അത് തുറന്നു വരട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി മഹത്വം കൊടുത്തേ. വായിച്ച കുറിവാക്യത്തിൽ ദൂത് വന്ന് നിൽക്കുന്നുണ്ടോ? തുടങ്ങിയത് ഏദനിൽ തുടങ്ങി, ശീലോവിലെ സമാഗമന കൂടാരത്തിൽ കൂടെ കയറി ഇറങ്ങി. സ്തോത്രം. ജെറുസലേം ദേവാലയത്തിൽ വന്നു. എന്റെ പുതുക്കി പണിത ആലയത്തെ നോക്കി. 2ാമത് കയറി വന്ന് ഇത് ആദ്യം പണത് ശലോമോന്റെ കാലത്ത് ചലിക്കാത്തത് 2ാമത് പണത സെരൂബാബേലിന്റെ കാലഘട്ടത്തിൽ വെളിപ്പെട്ടെങ്കിൽ എന്തോ ഇതിന്മീതെ അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകയാ. ആരോ പണത് വെച്ചതിനെ മറ്റൊരു മേഖലക്കകത്ത് ആരോ പണതിനെ സാത്താൻ തകർത്തു. പക്ഷെ അടുത്ത ജനറേഷൻ കയറി വന്ന് പറഞ്ഞു, ഞാനിതിനെ പണിയും. ശലോമോൻ പണിതതിനെ നീ പൊളിച്ചെങ്കിൽ സാത്താനെ നിനക്ക് പൊളിക്കാൻ പറ്റാത്തതൊന്ന്. പിടികിട്ടുന്നവർ കർത്താവിന് ആരാധന കൊടുത്തു. ഈ ആലയത്തെ തുടങ്ങിയ ഒരു അഭിഷക്തനുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിറങ്ങാത്ത ഗ്ലോറി 2ാമന്റെ കാലഘട്ടത്തിൽ ചലിക്കാൻ പോകയാ. 1ാമന്റെ കാലഘട്ടത്തിൽ ചലിക്കാത്ത ഗ്ലോറി 2ാമന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവ്. പൊസിഷൻ ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾക്കറിയാവോ, ആദ്യം ഈ ബിൽഡിംഗ് ആലയം പണിതത് ശലോമോന രാജാവായിരുന്നു. 2ാമത് പണിത സെരൂബാബേൽ ഗവർണറാ. ഗവർണർക്ക് മീതയാ രാജാവ്. പൊസിഷൻ കൊണ്ട് 1ാമൻ ശ്രേഷ്ഠനാ. പക്ഷെ 1ാമന്റെ കാലത്തിറങ്ങാത്ത ഗ്ലോറി ഗ്രേഡ് കൊണ്ട് താണാ നിൽക്കുന്നേ. രാജാവിന്റെ ഗ്രേഡിനേക്കാൾ താണതാ ഗവർണറിന്റെ ഗ്രേഡിൽ താണതാ. പക്ഷെ ഗ്ലോറി ഗ്രേറ്ററാ. ഗ്രേഡിൽ താണതാ, എക്സ്പീരിയൻസിൽ താണതാ, പൊസിഷൻ കൊണ്ട് താണതാ. പക്ഷെ ഇറങ്ങി വരുന്ന ഗ്ലോറി ഉണ്ടല്ലോ, അത് ഗ്രേറ്റർ ഗ്ലോറിയാണ്.
കുരുടർ കാണുന്നു, മുടന്തർ തുള്ളുന്നു, മരിച്ചവർ ഉയർക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു, ഒരു തലമുറ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു. ഇതുവരെ രാജ്യത്ത് നടക്കാത്തത്, ഇതുവരെ ദേശത്ത് ചലിക്കാത്തത് അങ്ങയുടെ കാലത്ത് കർത്താവ് ചലിപ്പിക്കാൻ പോകുക. ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ, ഗ്ലോറി റിവീൽ ആകട്ടെ, ഗ്ലോറി റിവീൽ ആകട്ടെ. നിന്റെ കണ്ണ് ദൈവത്തിന്റെ കണ്ണാകുന്ന, നിന്റെ നാവ് ദൈവത്തിന്റെ നാവാകുന്ന, നിന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാകുന്ന, നിന്റെ കൈവിരലുകൾ ദൈവത്തിന്റെ കൈവിരലുകളാകുന്ന, നീ നിൽക്കുന്നിടത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വം വ്യാപരിക്കുന്ന പുത്രന്റെ രാജ്യത്തെ പ്രദർശിപ്പിക്കാൻ ആരെങ്കിലും ചെയ്തതിന്റെ തനിയാവർത്തനത്തിന് വേണ്ടി അല്ല നിന്റെ വിളി. ആരെങ്കിലും ചെയ്തു കാണിച്ച പാറ്റേണിൽ എന്തെങ്കിലും ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ്. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത് ഉലകത്തിൽ ആരും തൊടാത്തതിനെ ഇന്ന് പകലിൽ സഭ തൊടാൻ പോവാ. രാജ്യത്ത് ആരും പിടിക്കാത്തതിനെ ഇന്ന് പകലിൽ സഭ കയറി പിടിക്കാൻ പോവാ. ശീലോവിൽ നോ ഗ്ലോറി, ജെറുസലേമിൽ സലോമോന്റെ കാലത്ത് ഗ്ലോറി, ജെറുസലേമിൽ സെരൂബാബേലിന്റെ കാലത്ത് ഗ്രേറ്റർ ഗ്ലോറി. ഇത് പ്രാപിപ്പാനാ ദൈവം നമ്മെ വിളിച്ചേ. തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് ലീഹ ആത്മനിയോഗത്തോടെ അവരോട് പറയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ആരുടെ മഹത്വം പ്രാപിപ്പാനാ? പുത്രനിൽ വ്യാപരിച്ച മഹത്വം. യേശു തന്റെ ശുശ്രൂഷയുടെ അവസാന മിനിറ്റുകളിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് കാണാം. പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുക്കുന്നു. ഗ്ലോറിയുടെ പകർച്ചയല്ലേ ക്രൂശുമരണത്തിലൂടെ നടക്കുന്നേ? ഗ്ലോറിയുടെ പകർച്ച. നിങ്ങൾക്കറിയോ, ദൈവപുത്രന്റെ മിനിസ്ട്രി തുടങ്ങുന്ന തന്നെ മഹത്വത്തിനകത്തല്ലേ? യേശുവിന്റെ ഒന്നാമത്തെ അത്ഭുതം, അടയാളം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അവൻ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. അപ്പം ഈ വിടുതലുകൾ ചെയ്തത് കൊണ്ട് കർത്താവ് തന്റെ ഗ്ലോറിയല്ല റിവീൽ ചെയ്യുന്നേ. എന്തിനാ കർത്താവേ ഒന്നാമത്തെ മഹത്വം വെളിപ്പെടുത്താൻ ഒരു കുടുംബത്തെ സെലക്ട് ചെയ്തേ? ശ്രദ്ധിക്കണം, ഈ ദൂത് ഗൗരവ. എന്തുകൊണ്ടാണ് മഹത്വം പ്രദർശിപ്പിക്കാൻ ആദ്യം ഒരു വീട് തിരഞ്ഞെടുത്തേ? ആ ബെഥേസ്തയുടെ കുളക്കടവിൽ 38 വർഷമായിട്ട് രോഗിയടപ്പില്ലേ, അവൻ്റെ അടുത്തോട്ട് തന്നെ പോകാഞ്ഞേ? 12 കൊല്ലം രക്തസ്രാവക്കാരി സ്ത്രീ എവിടെ ഇല്ലേ? രക്തത്താൽ ജയം. ദീർഘവർഷങ്ങളുടെ പെൻഡിങ് കേസുകൾ കിടപ്പുണ്ട് പട്ടണത്തിനകത്ത്. അവിടെ എങ്ങും പോകാതെ ഒരു വീടിനകത്തോട്ട് എന്തിനാ കയറിയേ? കർത്താവിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. സാത്താൻ തൻ്റെ പദ്ധതി തുടങ്ങിയത് ഒരു വീടിനകത്താ. ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ച കുടുംബം, ആദം ഹൗവ ദമ്പതികളുടെ അകത്ത് പാപത്തിന്റെ വിത്തിട്ട് പിശാചവന്റെ പ്രോജക്റ്റ് തുടങ്ങിയത് ഒരു വീടിനകത്താണെങ്കിൽ ദൈവപുത്രൻ പറയും, ഞാൻ എൻ്റെ പ്രോജക്റ്റ് തുടങ്ങുന്ന ഒരു കുടുംബത്തിനകത്തായിരിക്കും. പിശാചവന്റെ പദ്ധതി തുടങ്ങിയത് ഒരു കുടുംബത്തിനകത്താണെങ്കിൽ ഞാൻ എൻ്റെ പദ്ധതിയും തുടങ്ങുന്ന ഒരു കുടുംബത്തിനകത്തായിരിക്കും. എന്തോ കുടുംബങ്ങളുടെ അകത്ത് ഗ്ലോറി വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഫാമിലിക്കകത്ത് ഗ്ലോറി വെളിപ്പെട്ട് വരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. വിശ്വസിക്കുന്നവരുടെ മീതെ അത് വെളിപ്പെട്ട് വരികയാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ മഹത്വത്തിന്റെ കർത്താവെ, എന്തുകൊണ്ട് അങ്ങ് മറ്റൊരിടത്തേക്ക് പോകാതെ ഒരു വീടിനകത്ത് തന്നെ കയറിയത്? സാത്താന്റെ എല്ലാ കാലത്തെയും പദ്ധതി എന്നാണെന്നറിയാവോ? കുടുംബങ്ങളെ തകർക്കണം, യൂണിറ്റ് പൊളിക്കണം. ഒരേ ആംഗിളിൽ ഒരേ ഡയറക്ഷനിൽ നോക്കേണ്ടവർ 2 ദിശയിലേക്ക് നോക്കണം. ഏക മനസ്സോടെ നിൽക്കുന്നവർക്ക് സ്തോത്രം, അവരുടെ മനസ്സിനെ, അവരുടെ ഐക്യതയെ പൊളിക്കണം. പിശാചിന്റെ പദ്ധതി അതാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി കുടുംബങ്ങളെ പണിയണം. അച്ഛാ, നമ്മുടെ ചർച്ചിനകത്ത് നിൽക്കുന്ന ഫാമിലി ബൈബിൾ സ്റ്റാൻഡേർഡിൽ, നിങ്ങളുടെ ചർച്ചിന്റെ മേൽ അങ്ങനത്തെ ഒരു അനോയിന്റിങ് കർത്താവിനെ കാണിക്കുന്നു. കുടുംബത്തിന്റെ ഗ്ലോറി ഇറങ്ങും. വിശുദ്ധ വേദഗ്രന്ഥത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കുടുംബത്തിന്റെ മഹിമയും മഹത്വം എന്താണ് അക്ഷരികമായി തെളിയിച്ച് കാണിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ സഭയുടെ മീതെ ആത്മാവിൽ അത് തുറക്കാൻ പോകുകയാ. എവിടെയെങ്കിലുമൊക്കെ ഓർഡർ തെറ്റിക്കിടപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് അതിനെ ഡിവൈൻ ഓർഡറിലാക്കാൻ പോകുകയാണ്. നിനക്ക് സ്നേഹം കിട്ടാതെ, നിന്നെ റിജക്ട് ചെയ്യുന്ന, നിനക്ക് പരിഗണന കിട്ടാതെ നിന്നെ മാറ്റിക്കളയുന്നവരുടെ മധ്യത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങളെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തെ വിശ്വസിക്കുന്നവർ ആ കരവും ശബ്ദവും ഉയർത്തി കർത്താവിന്റെ മഹത്വപ്പെടുത്തി. യേശു ഗ്ലോറി വെളിപ്പെടുത്തിയ വീടിനകത്ത് ഒരു കുടുംബത്തെ ഒന്നാക്കി. വീഞ്ഞ് തീർന്നുപോയി, പക്ഷെ ആ വീഞ്ഞിനെ അവിടെ പുതിയ വീഞ്ഞ് അവർക്ക് കൊടുത്തൊരു പുതുവീഞ്ഞ് അവിടെ കൽപ്പിച്ചാക്കി.
അതൊന്നും തൊടുന്നില്ല. എന്നിട്ട് ആരംഭം മഹത്വം തുടങ്ങിയ ഒടുവിലത്തെ പ്രാർത്ഥന പിതാവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ മഹത്വം ഞാൻ അവർക്ക് കൊടുക്കുന്നു. ഇത് അറേബ്യൻ മരുഭൂമി കിടന്ന് ഒരുത്തനെ പിടികിട്ടി. അത് പിടികിട്ടിയ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഗോസ്പൽ അകത്ത് കയറിയത് എന്തിനാണെന്നറിയാവോ? ഈ ഗ്ലോറി കൈമാറാനാ. രക്തത്താൽ ജയം, ഗോസ്പൽ വഴി സാൽവേഷൻ നിങ്ങൾ പ്രാപിച്ചത്. ഇതിൻ്റെയൊക്കെ ആകെ തുക യേശുവിൽ വ്യാപരിച്ച മഹത്വം. ആ മഹത്വം ഒരിക്കൽ പത്രോസ് കണ്ടു. ആ മഹത്വം ഒരിക്കൽ യോഹന്നാനും യാക്കോബും കണ്ടു. മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം വെണ്മയുള്ളതായി തീർന്നു. സ്വർഗം തുറന്നൊരു പ്രഖ്യാപനം നടന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ചെവി കൊടുക്കേണ്ടത് മഹത്വത്തിനാ. ശ്രദ്ധിച്ചേ, മറുരൂപമലയിൽ ഗ്ലോറിയുടെ പോർട്ടൽ തുറന്നപ്പോ യേശുവിന്റെ തേജസ് വർദ്ധിച്ചില്ലേ? ശിഷ്യന്മാര് ഇതുവരെ കാണാത്ത രണ്ടുപേരെ കണ്ടു. അവർ കേട്ടിട്ടേ ഉള്ളൂ മോശയെക്കുറിച്ച്, ഏലിയാവിനെ കുറിച്ച്. പുസ്തകത്തിൽ വായിച്ചറിഞ്ഞതേ ഉള്ളൂ. കേട്ടുകേൾവിയും വായിച്ചറിവും മാത്രമുള്ള രണ്ട് വ്യക്തികൾ ലിറ്ററലി അവരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുക. മോശ ആരാ? പഴയ നിയമത്തിന്റെ മധ്യസ്ഥനല്ലേ? ഏലിയാവ് ആരാ? പഴയ നിയമത്തിന്റെ പ്രവാചകനല്ലേ? ഞാൻ മറ്റൊരു വെളിപ്പാട് പറയാം. സ്തോത്രം. ഇവരെ രണ്ടുപേരെ മരണം തൊടാത്തതാ. മോശ നെബോ മലമുകളിൽ മഹത്വത്തിനകത്ത് മറയപ്പെട്ടയാളാ. ആവർത്തന പുസ്തകം 34 വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. മോശയുടെ ശരീരം പോലും ദൈവം ജനത്തിന് വിട്ടുകൊടുത്തില്ല. മോശയുടെ ശരീരത്തിന്റെ ഫ്യൂണറൽ സർവീസ് നടത്തിയ ദൈവ. ഞാൻ വിശ്വസിക്കുന്നു പാട്ടുപാടിയ ദൂതന്മാരാ. വിമർശിച്ചവർക്ക് അവന്റെ ബോഡി പോലും വിട്ടുകൊടുത്തില്ല. 120-ാമത്തെ വയസ്സിൽ നെബോ മലമുകളിലേക്ക് മോസസ് കയറി പോകുമ്പോൾ ശരീരത്തിന് ക്ഷീണമില്ല, മഹത്വത്തിലല്ല മറച്ചേ. നീ ഏലിയാവിനെ നോക്കിക്കേ. യോർദാൻ അപ്പുറം തുറന്ന സ്വർഗത്തിൽ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും ഇറങ്ങി വരുമ്പോൾ മരണം തൊടാതെ ഒരുത്തനെ എടുത്തോണ്ട് പോകയാ. ആ മഹത്വത്തിനകത്ത് മറച്ചിട്ട രണ്ടെണ്ണത്തെ മറുരൂപമലയിൽ മഹത്വം ഇറങ്ങി വന്നപ്പോ സ്വർഗത്തിലെ ദൈവം ഇറക്കിക്കൊണ്ട് വരികയാ. എനിക്കറിയില്ല ഇതാർക്കൊക്കെ പിടികിട്ടുന്നുണ്ടെന്ന്. മഹത്വത്തിൽ മറയപ്പെട്ട പലതു ഇന്ന് പകൽ നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നു തരാൻ പോകയാ. മഹത്വത്തിൽ മറയപ്പെട്ട പലതിനെയും കാണാൻ കണ്ണുകൾ തുറക്കുന്നു. സ്വർഗത്തിൽ മറയപ്പെട്ടതിനെ കർത്താവ് ഇറക്കിയെങ്കിൽ ശ്രദ്ധിച്ചേ. എനിക്ക് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. എൻ്റെ അകത്ത് കർത്താവ് ഈ ദൂത് കത്തിക്കുക. തുറന്ന സ്വർഗത്തിൽ മഹത്വം ഇങ്ങനെ പെയ്തിറങ്ങി നിൽക്കുമ്പോ രണ്ടെണ്ണം ഇറങ്ങി നിൽക്കുക. ഒന്ന് മോശയാ, മരണം തൊടാത്തവൻ. രണ്ട് ഏലിയാവാ, സ്തോത്രം, വേണ്ടേ ഉടലോടെ എടുത്തു പോയാൾ. ഇത് ദൈവരാജ്യത്തിന്റെ നിഴലല്ലേ? മോശേനെ ദൈവം അടക്കം ചെയ്തെന്നല്ലേ പറഞ്ഞേ? നെബോ മലമുകളിൽ മോശേനെ ദൈവം അടക്കം ചെയ്തു. യോർദാൻ അക്കരെ ഏലിയാവിനെ ദൈവം എടുത്തോണ്ട് പോയി. ഇത് കർത്താവിന്റെ വരവിന്റെ നിഴലല്ലേ? സ്തോത്രം. ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തെസ്സലോനിക്കയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർക്കും. ജീവനോടെയുള്ള നാം അവനോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. മരിച്ചിട്ടുയർത്ത മോശ നിൽക്കുന്നു. ജീവനോടെ രൂപാന്തരപ്പെട്ട എടുക്കപ്പെട്ട ഏലിയാവ് ഇറങ്ങി നിൽക്കുന്നു. മഹത്വത്തിനകത്ത് ദൈവം കൈമാറുന്ന ദൂത് ദൈവരാജ്യത്തിന്റെ വെളിപ്പാടല്ലേ? കർത്താവിന്റെ വരവിന്റെ വെളിപ്പാടല്ലേ? ഇന്ന് പകലിൽ ഈ നിയോഗങ്ങൾ ചിലരുടെ അകത്തേക്ക് പ്രവേശിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകയാ. ശ്രദ്ധിച്ചേ. എനിക്കറിയില്ല ഇത് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കും പറഞ്ഞത്, പക്ഷെ അവരുടെ അകത്ത് ഇത് കയറും. മോശ കല്ലറയിൽ എഴുന്നേറ്റ് വരിക, ഏലിയാവ് എടുക്കപ്പെട്ടിടത്ത് നിന്ന് തിരിച്ചിറങ്ങി വരിക. ഇത് കർത്താവിന്റെ വരവിന്റെ സൈന. മരിച്ചവർ ഉയർക്കും, ജീവനോടെയുള്ളവർ എടുക്കപ്പെടും. മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ മോസസ്, ഹല്ലേലൂയ, എടുക്കപ്പെട്ട ഏലിയാവ്, ഇവർ രണ്ടുപേരും ഒരൊറ്റ പിക്ചറിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോ 3 ശിഷ്യന്മാർക്ക് പിടികിട്ടി. മഹത്വത്തിന്റെ അന്തരീക്ഷത്തിൽ മറ്റൊരുത്തർക്കും തുറക്കാത്ത ആത്മതലം വെളിപ്പെട്ടു വരൂ. ഇന്ന് കർത്താവ് ഈ വാചകം പറഞ്ഞ്, ഈ ദൂതൻ ആമേൻ പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. സ്തോത്രം. നിന്നെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചത്, നിന്റെ അകത്ത് സുവിശേഷത്തെ കർത്താവ് പകർന്നത് കേവലം ഒരു ചർച്ചിനകത്ത് വന്നിരുന്ന് കൈതട്ടി ആരാധിച്ച് സഭാ രജിസ്റ്ററിനകത്ത് പേരെഴുതി ചേർത്ത് അങ്ങനെ ഒരു സംവിധാനത്തിനല്ല. പുത്രൻ
പുത്രന്റെ ഗ്ലോറിയെ വഹിക്കാനാ. അതുകൊണ്ട് ആ കൊലോസ് ലേഖനം 1:26 പറയുന്നത്, പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലോ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. നിന്റെ അകത്തിരിക്കുന്നത് മഹത്വത്തിന്റെ പ്രത്യാശയാ. നിന്റെ അകത്ത് വസിക്കുന്നത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ. പിശാചിനേക്കാളും പൈശാചിക ശക്തികളെക്കാളും കരുത്തുള്ളവനാ എന്റെ അകത്ത് വ്യാപരിക്കുന്നത്. നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകയാ. നിങ്ങളുടെ ഇരിപ്പിടം വിട്ട് നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. കണ്ണുകളെ ദൈവസന്നിധിയിൽ ചേർത്തടച്ചേ. ലാസ്റ്റ് മിനിറ്റുകളിൽ കർത്താവിനോട് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് തൊടണം. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചേ, എന്നെ ഒന്ന് തൊടണം. ഇവിടുത്തെ പാസ്റ്റർമാർ എന്തെങ്കിലും ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകുന്നതല്ല. ഇറങ്ങി വന്ന വചനം എൻ്റെ ശരീരത്തിനകത്ത് പിടിക്കണം. എൻ്റെ അസ്ഥിയിലും DNA-യിലും ഇത് തൊടണം. എൻ്റെ ബ്രെയിനകത്ത്, എൻ്റെ നെർവ് സിസ്റ്റത്തിനകത്തേക്ക് അത് വ്യാപരിക്കണം. എൻ്റെ വിഷയങ്ങളെ തൊടാൻ, എൻ്റെ വിഷയങ്ങളെ ചലിപ്പിക്കാൻ ഈ വചനത്തിൻ്റെ ശക്തി അത്ഭുതകരമായിട്ട് വ്യാപരിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ വായി തുറന്ന്, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ അധരം ചലിപ്പിച്ച്, പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ശക്തിയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ.